അധ്യായം 3. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നൊളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു. ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു. ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും. ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും. നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും. അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്നെടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ആദം ഭാര്യയെ ഹൗവ എന്ന് വിളിച്ചു. കാരണം അവൾ ജീവനുള്ളവരുടെയെല്ലാം മാതാവാണ്. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിത നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. ദൈവം ഒരു തോട്ടം ഉണ്ടാക്കി, ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കി, ദൈവം അവന്റെ വാരിയിൽ നിന്നൊരു സ്ത്രീയെ ഉണ്ടാക്കി, ദൈവം അവരെ ഒരു കുടുംബമാക്കി ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ വർത്താനം പറഞ്ഞിരിക്കുമ്പോ ദൈവം ഒരുത്തം കയറി വരുന്നു. ഒരു കരിക്കട്ട കയറി വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്ത് മനോഹരാവേണ്ട ഭൂമിയായത്. ഈ ഇവൻ വലിഞ്ഞു കയറി വന്നിരിക്കുകയാണ് ഇതിനകത്ത്. ഒരുത്തൻ ഇങ്ങനെ ഇഴഞ്ഞു വരികയാണ്. ഗുഡ് മോർണിംഗ്.
മൊത്തം കുളമാകാൻ പോവാ. ഇവിടെ 2 അധ്യായം മൊത്തം നാശമാകാൻ പോവാണ്. ഇവരിങ്ങനെ കയറി വരികയാണ്. ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതായത് ദൈവം അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്താണെന്നറിയാമോ? മാതാപിതാക്കളെ വിട്ട് നിങ്ങൾ 2 പേരും ഒറ്റ ശരീരമായിട്ട് തീരും. നിങ്ങൾ ഒന്നാവും. നിങ്ങൾക്കിടയിൽ ഭിന്നതയില്ല. നിങ്ങൾ ഏക ശരീരമായി തീരും. നിങ്ങൾ മാതാപിതാക്കളെ വിട്ട് നിങ്ങൾ ഒരു യൂണിറ്റ് ആവും. പെട്ടെന്ന് ഒരു പാമ്പ് അവരുടെ കിഴഞ്ഞു കയറിയിട്ട് ആ പാമ്പ് അവരെ ഭിന്നിപ്പിക്കുകയാണ്. സാത്താന്റെ ബൈബിളിലെ ആദ്യത്തെ എൻട്രി ഭിന്നിപ്പിക്കാനുള്ള എൻട്രി ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കിത്? അന്നും ഇന്നും അവന്റെ ഒന്നാമത്തെ തന്ത്രം ഭിന്നതയാണ്. ഒരു വീട്ടിലേക്ക് പാമ്പിഴഞ്ഞു കയറുമ്പോ ഭാര്യാഭർത്താക്കന്മാർ ഭിന്നിപ്പിക്കപ്പെടും. ഒരു സമൂഹത്തിലേക്ക് പാമ്പിഴഞ്ഞു കയറുമ്പോ സമൂഹം ശിഥിലമാവും. ഒരു ശുശ്രൂഷ കേന്ദ്രത്തിലേക്ക് പാമ്പഴഞ്ഞു കയറുമ്പോൾ കേന്ദ്രം ഭിന്നിപ്പിക്കപ്പെടും. ഒരു കൂട്ടായ്മയിലേക്ക് പാമ്പഴഞ്ഞു കയറുമ്പോ ആ കൂട്ടായ്മ ചിതറിക്കപ്പെടും. ശ്രദ്ധിക്കേണ്ടത്, ഈ പാമ്പിനെ കയറ്റിവിടരുത്. അകത്തേക്ക് ഇതിനെ വിളിച്ചു കയറ്റരുത്. അതിനെന്താ ചെയ്യേണ്ടത്? ഇതിനകത്തുണ്ട്, ഈ അധ്യായത്തിൽ അതെല്ലാം ഉണ്ട്. അതായത് ക്ഷണിക്കാത്തൊരതിഥിയെ പോലെ ഈ ഭിന്നതയുടെ പാമ്പ് ഇഴഞ്ഞു കയറി. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഈ കുടുംബത്തിലേക്ക് എനിക്ക് ഭയങ്കര വിഷമം വരികയാണ് ഇത് വായിക്കുമ്പോൾ. അതായത് എന്ത് രസമായിരുന്നു ഇത്. പെട്ടെന്ന് ഈ പാമ്പ് വന്നിട്ട് സ്ത്രീയോട് ചോദിക്കുകയാണ്, എല്ലാ മരത്തിന്റെയും പഴം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെ, ഒരു ഡൗട്ട് ചോദിക്കാൻ വന്നാണേ. എല്ലാ മരത്തിന്റെയും പഴം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് ഈ വഴിയെ പോകുന്നവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ട കാര്യമുണ്ടോ? എടാ, എല്ലാ ചോദ്യത്തിനും മറുപടി പറയണോ? എല്ലാത്തിലും പോയി കൊരുക്കണോ? വേണോ? വഴിയെ പോയപ്പോ ഒരുത്തൻ ചീത്ത വിളിച്ചു. തന്തയ്ക്ക് തന്നെ വിളിക്കുന്നത് ഞാൻ ഒത്തിരി കേൾക്കുന്നത് വണ്ടി ഓടിക്കുമ്പോഴേ. അതായത് നമ്മൾ ഈ മരണപ്പാച്ചിൽ പാഞ്ഞിങ്ങനെ പോകുമ്പം അവനിങ്ങനെ ഹല്ലേലൂയ, എന്റെ അപ്പൻ തുമ്മി 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 വയ്യാതായി വിളിക്കും. അതായത് ഇങ്ങനെ വിളിക്കില്ലേ? അപ്പൊ അതിനകത്ത് പോയി കൊരുക്കണോ? അത് കേട്ടിട്ട് ആമേൻ എന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ. എടാ, വഴിയെ പോയി അറ്റത്ത് പിടിക്കാൻ പോണോ? അങ്ങനല്ലേ കൊലപാതകം നടന്നത്. അങ്ങോട്ട് അമ്മായിമ്മ അങ്ങോട്ട് പോയ വഴിക്ക് ഇത് ഈ ചവിട്ട് നാടകം ഇങ്ങനെ ഉടുത്തിരിക്കുന്ന അങ്ങോട്ട് കയറ്റി കുത്തി 2 ചവിട്ടൊക്കെ ചവിട്ടി അമ്മായിമ്മ എൻ്റെ അമ്മ നിന്റെ ഉമ്മ കൊണ്ടുവന്നാന്നോടി എന്ന് ചോദിക്കുമ്പം മരുമോളെ അതിനകത്ത് കയറി കൊരുക്കണോടി. അങ്ങനല്ലേ അമ്മായിമ്മ അടിച്ച് നീ ചാവണ്ടി വന്നത്? അങ്ങനല്ലേ ചെരവെ കടി കിട്ടി നിന്റെ തല പൊട്ടി? അങ്ങനല്ലേ കുടുംബം ഇത് ഇപ്പൊ കോടതിയുടെ വരാന്ത എത്തി നിൽക്കുന്നത്? അതുകൊണ്ടല്ലേ എല്ലാത്തിനും കയറി പിടിക്കണോ? ഒരുത്തം വന്നിട്ട് ചോദിക്കാണ്, അതെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, എല്ലാ മരവും എല്ലാ റബ്ബറും വെട്ടുന്നുണ്ടോ? പോയാ പോരെ. എല്ലാ റബ്ബറും വെട്ടുന്നുണ്ടോ ഇല്ലയോ പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന ആശയം മനസ്സിലാവുന്നുണ്ടോ? അതായത് എല്ലാ കാര്യത്തിനും മറുപടി പറയേണ്ട കാര്യമില്ല. ഭർത്താവ് വന്ന് ഒരു കാര്യം പറയുന്നു, ഭാര്യ ഉടനെ അതിന് ഏറ്റുപിടിക്കേണ്ട കാര്യമുണ്ടോ? കുഴമ്പ് വാങ്ങിച്ചതിന്റെ ഊപ്പാട് വന്നില്ലേ? എന്തിനാ ആവശ്യമില്ലാത്ത പറയാം? മിണ്ടാതിരുന്നാ പോരെ. ഭർത്താക്കന്മാര് മിണ്ടാതിരുന്ന് തന്നെ സന്യാസതുല്യം സന്യാസിമാരായിട്ട് മാറി അനേകരിനകത്തിരിപ്പുണ്ട്. കണ്ടാൽ തന്നെ ഒരു സന്യാസി ലുക്കാണ്. മിണ്ടാതിരുന്നാണ്. വരുമ്പോ പ്രാർത്ഥിക്കാൻ വരുമ്പം ഏത് സഭയിലാ എന്ന് ചോദിക്കണമെന്നുണ്ട്. സഭയിലല്ല 50 കൊല്ലം ദാമ്പത്യം, അത് ഈ 50 കൊല്ലത്തെ ദാമ്പത്യം ഈ അവസ്ഥയിലാക്കി. മിണ്ടാതിരുന്നാണ്. ചേച്ചിമാര് പലരും മിണ്ടാതിരുന്നാണ്. അതുകൊണ്ട് എന്താ, ചില ചേച്ചിമാരെ കാണുമ്പോൾ ചിരിക്കുന്ന സമയത്ത് എന്ത് ഭംഗിയാന്നറിയാം. കാരണം എല്ലാ പല്ല് യഥാസ്ഥാനത്തുണ്ട്. അത് മിണ്ടാതിരുന്നതിന്റെ ഗുണമാണത്. മറ്റേത് ഇങ്ങനെ പാമ്പ് കയറി വന്നിട്ട് സ്ത്രീയോട് ചോദിക്കുകയാണ്, തോട്ടത്തിലെ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ സ്ത്രീ പറഞ്ഞു, തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെയും പഴം തിന്നാം, പക്ഷെ അതുകൊണ്ട് അത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല. വായിച്ചേ,
ഉൽപ്പത്തി 2:17. ജനേസിസ് 2:17. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. 4 ഉൽപ്പത്തി 3:4 വായിച്ചേ. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല. ദൈവം പറഞ്ഞു, നിങ്ങൾ മരിക്കും. പിശാച് പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല. ഇതാണ് പിശാചിന്റെ തന്ത്രം. അതായത് ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് പറയും. ദൈവം പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ കുർബാന ഭക്ഷിക്കണം, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും. പിശാച് പറയും, അത് ഭക്ഷിച്ചില്ലേ ഇപ്പൊ എന്താ, അപ്പൊ അത് ചെയ്തില്ലേ ഇപ്പൊ എന്താ, അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു. വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. അത്തിയില കൂട്ടി തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. അത്തിയില കൊണ്ട് തുണി ഉണ്ടാക്കി എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുകൊണ്ട് ഇവിടുന്ന് റബ്ബറിന്റെ ഇല പറക്കി നിങ്ങൾ ഒരു ഉടുപ്പ് ഒരു ഉണ്ടാക്കിയെന്ന് വെച്ചോ. നിങ്ങൾ വരുന്ന വഴിക്ക് ഭയങ്കര കാറ്റടിച്ചെല്ലാം പറന്നു പോയെന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ മാനക്കേട് നാണക്കേട് ജ്ഞാനകേന്ദ്രത്തിൽ എങ്ങനെ കയറി വരും? അപ്പോഴാ ഒരാൾ പറഞ്ഞ നല്ലൊരു ആശയം പറഞ്ഞു തന്നു. റബ്ബറിന്റെ ഇല എല്ലാം കൂടെ പറക്കി എടുത്ത് ഒരു തുണി ഉണ്ടാക്കാൻ പറഞ്ഞ് നിങ്ങളൊരു റബ്ബറിന്റെ ഇല പറക്കി ഒരു തുണി ഉണ്ടാക്കി. എന്താ പ്രശ്നം എന്നറിയാം? എന്താ പ്രശ്നം? ഉറുമ്പ് കടിക്കുന്ന അതൊന്നുമല്ല, ഉറുമ്പില്ലാത്തലയാ, അതൊന്നുമല്ല. എന്താണ്? അതായത് നല്ല വെയിലടിക്കുമ്പോൾ ഇത് ഉണങ്ങുമ്പോൾ ഇത് ഓരോന്നായിട്ട് പൊഴിയാൻ തുടങ്ങുമ്പോൾ പല പ്രസക്ത ഭാഗങ്ങളെല്ലാം ക്ലിയറായി വരും. നിങ്ങൾ അത്തിയിൽ അല്ല ഈ റബ്ബറിന്റെ ഇല കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി, അതാ കുഴപ്പം. അപ്പൊ ഈ ഇവിടെ അത്തിയില കൊണ്ട് വസ്ത്രം അരക്കച്ച ഉണ്ടാക്കി. എന്നിട്ട് രണ്ടുപേരുടെ രാവിലെ അത് ഉണ്ടാക്കിയത്. എന്നിട്ട് പോയി പാത്തിരിക്കുകയാണ്. കർത്താവ് വരാൻ സമയമായി പാത്തിരിക്കുകയാണ്. പാത്തിരിക്കുമ്പോഴാണ് ഹൗവയെ അതോടെ നിൽക്കുന്ന സമയത്ത് ഹൗവ പറയാണ്, മനുഷ്യനെ തിരിഞ്ഞിരിക്കും, വൃത്തികേട്, ഇവിടല്ല ഇല പൊഴിഞ്ഞിരിക്കാൻ. അപ്പൊ ആദം പറയാണ്, എടി മൊത്തം വൃത്തികേടാടി, അവിടല്ലേ ഈ ഇല പറക്കാനേ സമയം കാണും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, എടാ നീ എന്തുമാത്രം പരിഹാരം ചെയ്താലും, ഒരു പാപം ചെയ്തല്ലേ ഇത്, ഈ പാപത്തിന് നീ എന്തുമാത്രം പരിഹാരം ചെയ്താലും അത് പരിഹാരമാവില്ല. പരിഹാരം യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യും. അതുകൊണ്ട് ദൈവം വന്നിട്ട് ഒരു മൃഗത്തെ കൊന്നു, അതിന്റെ തോലെടുത്ത് വസ്ത്രമുണ്ടാക്കി ആദത്തെയും ഹൗവയെയും ധരിപ്പിച്ചു എന്നാ പറയുന്നത്. കണ്ടോ? സ്ഥലം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, ജോലി കൊടുത്തു, കുടുംബം കൊടുത്തു, അവസാനം തുണിയും കൊടുത്തു. എല്ലാം കൊടുക്കാണ് ഫ്രീ ആയിട്ട്. പാപം ചെയ്തിട്ട് കൊടുക്കാണ്. അങ്ങനെ ദൈവം കൊടുത്തു. ഇനി ഇതിനകത്തുനിന്ന് ഒരു കാര്യം, പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് തൽക്കാലം പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതായത് കുമ്പസാരത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഇതിനകത്ത് കിടപ്പെട്ടു. ശ്രദ്ധിച്ചിരുന്നാലേ പിടികിട്ടൂ, ശ്രദ്ധിച്ചാൽ പിടികിട്ടും, പിടികിട്ടിയാൽ കുമ്പസാരം നല്ലതാവും. ദൈവം ആദത്തോട്, ബൈബിളിലെ ആദ്യത്തെ ചോദ്യം, ആദം നീ എവിടെ? ഉൽപ്പത്തി 3:9 ബൈബിളിലെ ആദ്യത്തെ ചോദ്യം, നീ എവിടെ? ബൈബിളിലെ രണ്ടാമത്തെ ചോദ്യം ഉൽപ്പത്തി 4:9 കായൻ നിന്റെ സഹോദരൻ എവിടെ? ആദം നീ എവിടെ? നിന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യ നീ എവിടെ? കായൻ നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരനോടുള്ള ബന്ധത്തിൽ മനുഷ്യ നീ എവിടെ? നിനക്ക് ദൈവത്തോടുള്ള ബന്ധം എവിടാ? സഹോദരനോടുള്ള ബന്ധം എങ്ങനാ? ഇതാണ് ഈ രണ്ട് ചോദ്യം. വിശദീകരിക്കുന്നില്ല. നീ എവിടെ? അപ്പൊ ആദം മറഞ്ഞിരിക്കുകയാണ്, മരത്തിന്റെ പുറകിൽ പോയി മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക. നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ, ശ്രദ്ധിക്കാമോ? നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ആരുടെ പറഞ്ഞത്? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? ദൈവത്തിന് ഇത് അറിയാൻ പാടില്ലേ തിന്നെന്ന്? അതോ ദൈവത്തിന്റെ കണ്ണുവിട്ടിട്ടാണോ ഇതെന്നേ? എന്ത് പറയുന്നു? ഓ, തമിഴ്നാട്ടുകാർ, ബംഗാൾ, ദൈവത്തിന് ഇത് അറിയാം. ഇവരിത് തിന്നെന്ന് ദൈവത്തിന് അറിയാമോ? അറിയാമോ ചേച്ചി? അറിയാമോ? ചേച്ചിയുടെ സ്വരം ഒന്ന് കേട്ടെ ചേച്ചി. അറിയാമോ? അറിയാം. പിന്നെന്തിനെ ചോദിക്കുന്ന? അറിയാവുന്ന കാര്യം അറിയാമെങ്കിൽ ഉണ്ടായിരുന്ന പോരെ. അറിയാവുന്ന എന്തിനെ ചോദിക്കുന്നു? ചോദ്യം കേട്ടോ. തിന്നരുതെന്ന്
ഞാൻ നിന്നോട് കൽപ്പിച്ച മരത്തിന്റെ പഴം നീ തിന്നോ? പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന് വേണ്ടിയല്ല ദൈവം ചോദിക്കുന്നത്. ദൈവത്തിനൊരാഗ്രഹമുണ്ട്. ഇവൻ ഇപ്പോ ഇവിടെ വച്ച് ഇങ്ങനെ പറയണം. എങ്ങനെ? ദൈവമേ, തിന്നരുതെന്ന് നീ എന്നോട് കൽപ്പിച്ച മരത്തിന്റെ പഴം ഞാൻ തിന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഈ കേസ് ഇപ്പൊ ഇവിടെ വെച്ച് തീരും. ദൈവം പ്രാക്ടീസ് കൊടുക്കാണ്. ഇങ്ങനാ നീ പറയേണ്ടത്. മനസ്സിലായി? കുമ്പസാരക്കൂട്ടിൽ നീ ഇങ്ങനാ പറയേണ്ടത്. അതായത്, ദൈവമേ, തിന്നരുതെന്ന് നീ പറഞ്ഞ മരത്തിന്റെ പഴം ഞാൻ തിന്നു. അതെന്താ പറഞ്ഞെന്നറിയാമോ? ഇവള് പറഞ്ഞു, ഇവളൊറ്റ ഒരുത്തിയാന്ന് പറഞ്ഞാണ്ട്, ഒരുത്തി മുടിയൊക്കെ നീട്ടിയിരിക്കുന്നില്ല, അവളൊറ്റ ഒരുത്തിയാന്ന് പറഞ്ഞാണ്ട്, ഇലയൊക്കെ പറക്കി ഒരുത്തി, അവളൊറ്റ ഒരുത്തിയാന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ചോദിച്ചു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ മരത്തിന്റെ പഴം എടി നീ തിന്നോ? ആ അപ്പന്ന പാമ്പാന്ന് പറഞ്ഞു. എല്ലാത്തിന്റെ കാരണം നമ്മുടെ കുമ്പസാരങ്ങൾ ഫലപ്രദമാവാത്തതിന്റെ കാരണം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയോ? നമ്മൾ പറയാണ്, കെട്ടിയവൻ കുടിച്ചിട്ട് വന്ന് 5-6 തെറി വിളിച്ചപ്പോ ഞാൻ അറിയാതെ ഒരു 25 തെറി വിളിച്ചു പോയി. നീ അതൊന്നും പറയണ്ട. കർത്താവേ, എനിക്ക് നീ തന്ന ജീവിത പങ്കാളിയെ ഞാൻ തെറി വിളിച്ചു. പല കുമ്പസാരക്കൂട്ടിലും നമ്മൾ നമ്മളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. സത്യമല്ലേ? എന്നോട് ഞാൻ ഇത്ര സ്നേഹിച്ച അവൻ എന്നോട് ഇങ്ങനെ ചെയ്തപ്പോ ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടു പോയി. ഞാൻ എൻ്റെ സഹോദരനോട് കർത്താവെ ദേഷ്യപ്പെട്ടു പോയി. ഇത്ര മതി, കൂടുതൽ ന്യായമൊന്നും വേണ്ട. എന്നെ കുടിച്ചിട്ട് വന്ന് ഇടിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പോടാ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നെ ഇടിച്ചുകൊണ്ടിരുന്നപ്പോ അറിയാതെ അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ തെറി വിളിച്ചു. എനിക്ക് ദേഷ്യം വന്നപ്പോ എന്നെ ഭർത്താവ് ശരിക്കും ഉപദ്രവിച്ചപ്പോ ഞാൻ ആ കൊച്ചു വന്നപ്പോ കൊച്ചിന് തലക്കിട്ട് അടി കൊടുത്തു. കൂടുതലൊന്നും പറയണ്ട, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത്, കുമ്പസാരക്കൂട്ടിൽ നമ്മുടെ പാപത്തെ നമ്മൾ ന്യായീകരിക്കരുത്. ഇന്ന് പല കുമ്പസാരക്കൂട്ടിലും നമ്മൾ നമ്മളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയാണ്, ഞാൻ അങ്ങനെ ആ സാഹചര്യത്തിൽ എന്നെ അങ്ങനെ കാണിച്ചപ്പോ ഞാൻ അറിയാതെ വീണുപോയി, ആ പടം കണ്ടപ്പോ ഞാൻ തെറ്റ് ചെയ്തു പോയി, ആ പോസ്റ്റർ കണ്ടപ്പോ വീടിന്റെ വാതിൽക്ക് അത് ഒട്ടിച്ചു വെച്ചോട്ട്. അങ്ങനൊന്നും നീ പറയണ്ട. ഞാനത് നോക്കി, ഞാൻ വീണുപോയി. ഞാനത് പറഞ്ഞു, ഞാൻ വീണുപോയി. ഞാനത് പറഞ്ഞു, എനിക്കിത് പറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? ഉടനെ ആദം പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരൊറ്റ യൂണിറ്റ് അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി. ഇവൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് ഇത്. ഹവ്വ, എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസം, ഐ ലവ് യു, ഐ ടു ലവ് യു, ഐ ത്രീ ലവ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ടീമുകളാണിത്. അപ്പൊ കരളെ ചങ്കെ പൊന്നെ തേനെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകള് ഇവൻ പറയാണ്, ഇവളൊറ്റ ഒരുത്തിയാന്ന് പറഞ്ഞു. ഇവളൊറ്റ ഒരുത്തി. അവള് പറയാണ്, പാമ്പൊറ്റ ഒരുത്തനെന്ന് പറഞ്ഞു. അതായത്, മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? പാപം വന്ന് കയറി കഴിയുമ്പോ, ദൈവകൽപ്പന ലംഘിച്ചു കഴിയുമ്പോ നമ്മൾ പരസ്പരം ആരോപണം ഉന്നയിക്കാൻ തുടങ്ങും. ഭിന്നത വരാൻ തുടങ്ങും. ഭിന്നത വന്നത് എങ്ങനെയാണ്? ഒന്നാമത്തേത് ശ്രദ്ധിച്ചു, പെട്ടെന്ന് നിർത്താം. ഒന്നാമത്തേത്, ആ ഏദൻ തോട്ടത്തിലെ ആദി പാപം എന്ത്? ഉത്തരം പറ. എന്താണ് ആദി പാപം? എന്താണ് ഏദൻ തോട്ടത്തിലെ ആദി പാപം? അനുസരണക്കേട് അല്ല. ഏദൻ തോട്ടത്തിലെ ആദി പാപം അവിശ്വാസം. ദൈവം പറഞ്ഞു തിന്നാ നീ മരിക്കും, സാത്താൻ പറഞ്ഞു തിന്നാ നീ മരിക്കില്ല. ദൈവം പറഞ്ഞത് വിശ്വസിച്ചു, സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു. ഇതാണ് അതിന്റെ ഫലമായിട്ടാണ് അനുസരണക്കേട് കാണിച്ചത്. അപ്പോൾ അവിശ്വാസം, സാത്താൻ കയറുന്ന ഒന്നാമത്തെ വഴി അവിശ്വാസം. അതിന്റെ മറുപടി വിശ്വസിക്കണം. ദൈവം പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കണം. ഒന്ന്. രണ്ടാമത്തേത്, അവിശ്വാസത്തിന്റെ ഫലമായി അനുസരണക്കേട് വന്നപ്പോ ദൈവം പറഞ്ഞു, സാരമില്ല, തെറ്റ് പറ്റിയത് ഇരിക്കട്ടെ, നീ വിഷമിക്കണ്ട മോനെ, ഒരു കാര്യം ചെയ്യ്, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ മരത്തിന്റെ പഴം നീ തിന്നോ? അപ്പൊ പറയണത് ദേവളാന്ന് പറഞ്ഞു, അവനാന്ന് പറഞ്ഞു, പാമ്പാന്ന് പറഞ്ഞു. ഒന്നും പറയണ്ട. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട്, കർത്താവേ, ഇങ്ങനെ ഈ തെറ്റ് ഈ ഗ്രാവിറ്റിയിൽ ഇത്ര തവണ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. തെറ്റിനെ ന്യായീകരിച്ചിരിക്കും തോറും ഭിന്ന വളർന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം സർപ്പത്തോട് പറയുകയാണ്. അപ്പോ ആരൊക്കെ തെറ്റ് ചെയ്തേ? സർപ്പം, ഹവ്വ, ആദം. ആണ് തെറ്റിന്റെ പര. സർപ്പം വന്നു, ഹവ്വായോട് പറഞ്ഞു, ഹവ്വ ആദത്തോട് പറഞ്ഞു. എല്ലാവരും തെറ്റ് ചെയ്തു. അപ്പൊ ഈ ഓർഡർ അനുസരിച്ചാണ് ദൈവം സൃഷ്ടിക്കുന്നത്. അധ്യായം 3. അക്കാലത്ത് സ്നാപക യോഹന്നാൻ
യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെ പറ്റിയാണ് യേശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിലും നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. അനേകം ഫരിസയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവന്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പറപ്പുരയിൽ ശേഖരിക്കും. പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലിയയിൽ നിന്ന് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം തുറക്കാം. ബൈബിളുള്ളവർ തുറക്കാം, ഉച്ചത്തി വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം ധ്യാനകേന്ദ്രങ്ങളിലല്ല പ്രസംഗിച്ചത്. അദ്ദേഹം വലിയ സിറ്റികളിലല്ല പ്രസംഗിച്ചത്. യൂദയായിലാണ്. യൂദയ നഗരമാണ്, പട്ടണമാണ്. പക്ഷേ യൂദയായിലെ നഗരവേദിയിലല്ല അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹം പ്രസംഗിച്ചത് എവിടെയാണ്? യൂദയായിലെ മരുഭൂമിയിലാണ്. അത് മനോഹരമായ ഒരാശയമാണ്. അതായത് കർത്താവിൻ്റെ കൃപ കിട്ടിയ ഒരു വ്യക്തി. അയാൾ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പരീക്ഷിച്ചില്ല, അഡ്വർടൈസ്മെന്റിന് ഇറങ്ങിയില്ല, പരസ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു? കർത്താവിൻ്റെ കൃപ അദ്ദേഹത്തിൻ്റെ മേൽ വന്നത് മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ വെച്ച് കർത്താവിൻ്റെ കൃപ സ്വീകരിച്ച ആ വ്യക്തി മരുഭൂമിയിൽ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. He preached in an uninhabited area. Uninhabited. അവിടെ ആളുകളൊന്നുമില്ല, പക്ഷെ ആളുകൾ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഒരു ദൈവ മനുഷ്യൻ, നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്ന ഒന്നാമത്തെ പാഠം ഇതാണ്: കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ, കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവിടെ മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. അവിടെ ദൈവാത്മാവ് പ്രവർത്തിക്കും. അവിടെ പരസ്യ പ്രചാരണത്തിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കും. മനോഹരമായിട്ട് നമ്മളിത് ലൂക്കാ സുവിശേഷത്തിൽ കാണുകയാണ്. നിങ്ങൾ മറിച്ച് പെട്ടെന്ന് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇതിൻ്റെ സൗന്ദര്യം നമുക്ക് കിട്ടുന്നത് അവിടുന്നാണ്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിലാണ് ഈ പറയുന്ന ആശയത്തിൻ്റെ സൗന്ദര്യം കുറച്ചുകൂടി വ്യക്തമായിട്ട് കിട്ടുന്നത്. വായിക്കാം.
ചൊത്തി വായിക്കാം. ലൂക്ക 3:1-2. തിബേരിയോസ് സീസറിന്റെ 15ാം ഭരണവർഷം. അപ്പോ 1 സീസർ, റോമിന്റെ ഭരണാധികാരി സീസർ. തിബേരിയോസ് സീസറിന്റെ 15ാം ഭരണവർഷം. 2 വായിക്കാം. പൊന്തിയോസ് പീലാത്തോസ് യൂദയായുടെ ദേശാധിപതി. യൂദയായുടെ യൂദയ എന്ന പ്രോവിൻസിന്റെ ദേശാധിപതി പീലാത്തോസ്. 3 ഹെറോദേസ് ഗലീലയുടെ ഭരണാധികാരി ഹെറോദേസ്. ഫിലിപ്പോസ് ഇത്തൂറിയ ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളുടെ അധികാരി. ലിസാനിയോസ് അബിലേനയുടെ ഭരണാധിപന്മാരും അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ, ശ്രദ്ധിക്കണം, മനോഹരമാണിത്, സക്കറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അതായത് ബിഗ് ഷോട്ടുകളെല്ലാം ബൈപ്പാസ് ചെയ്തു. സീസറിലേക്ക് ഇത് ചെന്നില്ല. റോമിലെ ഭരണാധികാരിയായി സീസർ വാഴുമ്പോൾ സീസറിലേക്ക് ദൈവത്തിന്റെ അരുളപ്പാട് ചെന്നില്ല. ബിഗ് ഷോട്ടുകളെല്ലാം ബൈപ്പാസ് ചെയ്തു. അതിനുശേഷം യൂദയായുടെ ഭരണാധികാരിയായിട്ട് പീലാത്തോസ്, യൂദയായുടെ ദേശാധിപതി, പീലാത്തോസിലേക്ക് അത് ചെന്നില്ല. ഗലീലയുടെ ഭരണാധികാരി ഹെറോദേസ്, അയാളിലേക്കും അയാളുടെ കൊട്ടാരത്തിലേക്കും ദൈവസ്വരം ചെന്നില്ല. ഫിലിപ്പോസ് ഒരു പ്രവിശ്യയുടെ ദേശാധിപതി, അങ്ങോട്ട് ചെന്നില്ല. പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ എല്ലാം ബൈപ്പാസ് ചെയ്തു. അത് കഴിഞ്ഞ് അന്നാസും കയ്യാപ്പാസും പ്രധാന പുരോഹിതന്മാർ, റിലീജിയസ് ലീഡേഴ്സിനെയും ബൈപ്പാസ് ചെയ്തു. പൊളിറ്റിക്കൽ റിലീജിയസ് ബിഗ് ഷോട്ടുകളെ മറികടന്ന് ഒരു പാവപ്പെട്ട, മരുഭൂമിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചൊരു പാവപ്പെട്ടവനിലേക്ക് ദൈവത്തിന്റെ അരുളപ്പാട് ചെന്നു. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ഇത് സന്തോഷ വർത്തമാനമാണ്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. സെമിനാരി ഫോർമേഷൻ ഇല്ല, രക്ഷപ്പെട്ടു, അഭിഷേകം കിട്ടാൻ സാധ്യതയുണ്ട്. കോൺവെന്റ് ചേർന്നിട്ടില്ല, രക്ഷപ്പെട്ടു, കൃപ കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്ക് ഭയങ്കര ധ്യാന കേന്ദ്രത്തിന്റെ പിന്തുണയില്ല. സന്തോഷ മക്കളെ, നിങ്ങൾക്ക് ആത്മാവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സ്പോൺസേഴ്സ് ഇല്ലെങ്കിൽ, മെന്റേഴ്സ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെങ്കിൽ, പഠിപ്പിക്കാൻ ആളില്ലെങ്കിൽ, പ്രത്യേകിച്ച് ആരും റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിൽ, ഹാപ്പി, ഹല്ലേലൂയ, അഭിഷേകം കിട്ടാൻ സാധ്യതയുണ്ട്. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് ഇവിടെ യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ പ്രസംഗിച്ചു. അപ്പൊ എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും റിലീജിയസ് ലീഡേഴ്സിനെയും ബൈപ്പാസ് ചെയ്തിട്ട് അഭിഷേകം മരുഭൂമിയിലെ അരയിൽ തോൽവാർ, പിന്നെ രോമം കൊണ്ടുള്ള വസ്ത്രം, ഈ ഒട്ടകത്തിന്റെ രോമം കൊണ്ടുള്ള വസ്ത്രം തോൽവാർ ധരിച്ച, വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷണമാക്കിയ ഒരു മനുഷ്യന്റെ മേൽ അഭിഷേകം ഇറങ്ങി വന്നു. ഇത് തന്നെയാണ് പെന്തക്കോസ്തിയിലും സംഭവിച്ചത്. ജെറുസലേമിന്റെ ആകാശത്ത് ഒരു കൊടുങ്കാറ്റടിച്ചു. സീസറിന്റെ കൊട്ടാരത്തിലേക്ക് അത് കയറിയില്ല. ഹെറോദിന്റെ കൊട്ടാരത്തിലേക്ക് ആ കാറ്റടിച്ച് കയറിയില്ല. പീലാത്തോസിന്റെ പ്രത്തോറിയത്തിലേക്കോ അരമന വാതിലിനകത്തേക്കോ ഈ കാറ്റടിച്ച് കയറിയില്ല. അന്നാസിന്റെയും കയ്യാപ്പാസിന്റെയും കൊട്ടാരങ്ങളെയും പുരോഹിത പ്രമുഖരുടെ ഭവനങ്ങളെയും ഈ കാറ്റ് ഒഴിവാക്കിയിട്ട് 120 പാവപ്പെട്ട സഹോദരിമാർ സമ്മേളിച്ചിരുന്ന മർക്കോസിന്റെ അമ്മയായ മറിയത്തിന്റെ വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് ഈ കാറ്റടിച്ച് കയറി. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പാവപ്പെട്ടവരാണ്, അറിവില്ലാത്തവരാണ്, ബൈബിൾ അറിയാത്തവരാണ്, സ്പിരിച്വൽ ട്രഡീഷൻ ഇല്ലാത്തവരാണ്, പ്രത്യേകിച്ച് ആരും സഹായിക്കാനില്ലാത്തവരാണ്. സന്തോഷം, രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. നിന്റെ മേൽ അരുളപ്പാട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദാഹിച്ച് കാത്തിരുന്നു. ഞാൻ 1 കൊല്ലമായിട്ടുള്ളൂ ഞാൻ ഈശോയെ അറിഞ്ഞിട്ട്, ഞാൻ 6 മാസമായിട്ടുള്ളൂ. സന്തോഷം, നിനക്കാണ് കൂടുതൽ സാധ്യത. 2000 വർഷത്തെ പാരമ്പര്യം പറഞ്ഞവർക്ക് കൂടുതൽ പ്രതീക്ഷിക്കാനൊന്നുമില്ല. എളുപ്പത്തിൽ കിട്ടാനുള്ള സാധ്യത നിനക്ക് ഒന്നിൻ്റെയും, ലോകത്തിന്റെ സപ്പോർട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ കിട്ടാൻ അതൊരു വഴിയാണ്. ലോകത്തിന്റെ സഹായമില്ലെങ്കിൽ ദൈവം ഇടപെടാൻ അതൊരു നല്ല വഴിയാണ്. മരുഭൂമിയിൽ ആരാനും ശ്രദ്ധിക്കപ്പെടാതിരുന്നൊരു പാവപ്പെട്ട മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വന്നു. അതുകൊണ്ട് ദാഹിച്ചോണം, ആഗ്രഹിച്ചോണം, പ്രാർത്ഥിച്ചോണം, കർത്താവേ ഞാനിതാ തയ്യാറായിരിക്കുന്നു. എനിക്ക് വലിയ കുടുംബ പാരമ്പര്യമൊന്നുമില്ല. 2000 വർഷത്തെ പാരമ്പര്യം പറഞ്ഞ് പുറകിലോട്ട് പോകാൻ പറ്റുന്ന ഒരു കുടുംബത്തിന്റെ വേരുകൾ എൻ്റെ പിന്നാമ്പുറങ്ങളിലില്ല. സന്തോഷം, പരിശുദ്ധാത്മാവ് വരാൻ സാധ്യതയുണ്ട്. വംശാവലി വ്യാഖ്യാനിച്ച് തുറക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് വലിയ പാരമ്പര്യമൊന്നും ഇല്ലെങ്കിലാണ് അഭിഷേകം കിട്ടാൻ സാധ്യതയുണ്ട്. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ എല്ലാ
വലിയ ആളുകളെയും മറികടന്ന് ദൈവത്തിന്റെ അഭിഷേകം വന്നു. അങ്ങനെ ഈ യൂദയായിലെ മരുഭൂമിയിൽ ആ മനുഷ്യൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ വെച്ച് അയാൾക്ക് കൃപ കിട്ടി. അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ആളുകൾ ജെറുസലേമിലും യൂദയായിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള ജനം അവന്റെ അടുത്തെത്താൻ തുടങ്ങി. നാളെ ഇവിടെ കൺവെൻഷൻ ഉണ്ട്, എല്ലാവരും വരണം. മൈക്കിലൂടെ ഉച്ചഭാഷണയൊന്നുമില്ല, നോട്ടീസ് അടിച്ചിട്ടില്ല, യൂട്യൂബിലൂടെയുള്ള പബ്ലിസിറ്റി ഒന്നുമില്ല, വാട്സപ്പിലൂടെ പ്രചാരണങ്ങളൊന്നുമില്ല. പക്ഷെ ആളുകൾ വരാൻ തുടങ്ങി. കൃപ തേടി മനുഷ്യർ വരാൻ തുടങ്ങി. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ എത്തിയ മനുഷ്യരെ അദ്ദേഹം പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. അതാണ് രണ്ടാമത്തേത്. എന്നാ പിന്നെ ആളുകളെല്ലാം വന്നതല്ലേ, സന്തോഷിപ്പിച്ച് വിട്ട് കളയാം എന്ന് വിചാരിച്ചില്ല. എല്ലാവരും പാവപ്പെട്ട മനുഷ്യർ പ്രയാസപ്പെട്ട് വന്നതല്ലേ, ദൈവമേ GPS വെച്ച് വന്ന് അമ്പലത്തിലാണ് ചെന്ന് കയറിയത്, അപ്പോൾ അതുകൊണ്ട് വന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് സഹായിച്ചു കളയാന്ന് വിചാരിച്ചിട്ട് സന്തോഷിപ്പിച്ചില്ല. സന്തോഷിപ്പിക്കാതെ അദ്ദേഹം കാര്യം കൃത്യമായിട്ട് പറയാൻ തുടങ്ങി. യൂദയായിലും ജെറുസലേമിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാനസാന്തരപ്പെടുക, റിപ്പന്റ്, ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. മാനസാന്തരപ്പെട്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മെസ്സേജ് മാനസാന്തരപ്പെടുക എന്നതായിരുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സ്നാപക യോഹന്നാൻ ഇതും പറഞ്ഞുകൊണ്ടാണ് വന്നത്, മാനസാന്തരപ്പെട്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ എടുത്ത് വെച്ചിരിക്കണം. നമ്മളൊന്ന് ഓടിപ്പോകാൻ പോവാണ്. സ്നാപക യോഹന്നാൻ പറഞ്ഞുകൊണ്ട് വന്നത് മാനസാന്തരപ്പെടണം എന്നാണ്. അല്ലാതെ അല്ല മക്കളെ സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും ഇരിക്കുന്നത് ഇപ്പൊ തരാൻ പോവാണ്, അതെ പിടിച്ചോ, ഊതുന്നതാ, പിടിച്ചോ അങ്ങനൊന്നും പറഞ്ഞോണ്ടല്ലോ വന്നേ, പിടിച്ചോ അങ്ങനൊന്നുമല്ല പറയാം. വന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞു, മര്യാദയ്ക്ക് ജീവിതം തിരുത്താൻ പറഞ്ഞു. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ഈശോയ്ക്ക് വഴിയൊരുക്കാനാണ് വന്നത്. ഈശോ 4-ാം അധ്യായം 17-ാം വാക്യം ഉച്ചത്തി വായിച്ചേ. 4-ാം അധ്യായം 17-ാം വാക്യം. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി. എന്താണ്? പിടിച്ചോ ആണോ? അല്ല, എന്താ പ്രസംഗിച്ചത്? മാനസാന്തരപ്പെടുക. അവിടെയും കേസ് കളി മാറിയിട്ടില്ല. സംഭവം ഒരേ ട്രാക്കിലൂടെ തന്നെയാണ് പോകുന്നത്. ഒരുക്കാൻ വന്നവൻ പറഞ്ഞു, ഇത് ശരിയല്ല, ഈ ജീവിതം തിരുത്താൻ പറഞ്ഞു. ആർക്ക് വേണ്ടി വഴിയൊരുക്കാനാണോ വന്നത്? ഈശോ പറഞ്ഞു, മര്യാദയ്ക്ക് ജീവിതം തിരുത്താൻ പറഞ്ഞു. അപ്പൊ ഈശോ പറഞ്ഞതുകൊണ്ട് തീർന്നിട്ടില്ല. അപ്പസ്തോലന്മാരെന്ത് പറഞ്ഞു? എടുക്ക് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37-ാം വാക്യം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37. അപ്പസ്തോലന്മാരുടെ തലവൻ പ്രതിനിധി പത്രോസ്ലീഹ എന്ത് പറഞ്ഞു? അപ്പസ്തോല പ്രവർത്തനം 2:37 ഉറക്കെ വായിച്ചേ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, പിടിച്ചു ആണോ? പത്രോസ് എന്ത് പറഞ്ഞു? പശ്ചാത്തപിക്കുവിൻ. പത്രോസ് എന്ത് പറഞ്ഞു? പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം സ്വീകരിക്കുവിൻ. അടുത്തത് അങ്ങനെ അപ്പസ്തോലന്മാർ ഇത് പറഞ്ഞു. നമുക്ക് നോക്കാം ബൈബിളിലെ അവസാനത്തെ പുസ്തകം എന്ത് പറയുന്നു. ഈ തിരുവെഴുത്ത് വായിച്ച് മടക്കുമ്പോൾ ആ പുസ്തകം എന്താണ് പറയുന്നത്? എടുത്തോളുക. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. അപ്പസ്തോലന്മാർ എന്ത് പറഞ്ഞു? ആദിമസഭയിൽ യോഹന്നാൻ അവസാനത്തെ പുസ്തകം എഴുതിയ ആള് എന്ത് പറയുന്നു? വെളിപാട് എഴുതിയ ആൾ എന്ത് പറയുന്നു? വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരും, നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയും. 2:5 യോഹന്നാൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുന്നു അനുതപിക്കണം. വായിക്ക് 2:16. വെളിപാട് 2:16 ഉച്ചത്തി വായിക്കുക. അതുകൊണ്ട് അനുതപിക്കുക, അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. വായിക്ക് 2:21. അനുതപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി, എന്നാൽ തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുതപിക്കാൻ അവൾ കൂട്ടാക്കിയില്ല. വായിക്ക് 3-3 അധ്യായം 3-ാം വാക്യം. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുതപിക്കുകയും ചെയ്യുക. വായിക്ക് 3:19. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീഷ്ണതയുള്ളവനാവുക, അനുതപിക്കുക.
ഇനി മതി, വായിക്ക് വെളിപാട് പുസ്തകം. ഇതിന്റെ അവസാനത്തെ ചാപ്റ്ററിൽ എന്നാ പറയുന്നു? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്ക് മനസാന്തരം വന്നോ, വ്യത്യാസം വല്ലതും വന്നോ? ഈ പുസ്തകത്തിന്റെ അവസാനം എന്ത് പറയുന്നു? വെളിപാട് പുസ്തകം 22-ാമത്തെ അധ്യായം. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 14 മുതൽ വായിച്ചേ. അതായത് ബൈബിളിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായം. മാറ്റം വല്ലതും വന്നിട്ടുണ്ടോ? വെളിപാട് പുസ്തകം 22-ാം അധ്യായം 14 ഉച്ചത്തിൽ വായിച്ച്. ജീവന്റെ വൃക്ഷത്തിന്റെ മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ ജീവിതം കഴുകി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അനുദപിച്ച് പാപമേറ്റ് പറഞ്ഞ് പാപമോചനം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അടുത്ത് വായിച്ചേ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്, ഔട്ട് ഇൻ ദ ഡാർക്ക്നെസ്, ഔട്ട്, ദൈവരാജ്യത്തിന് വെളിയിൽ. അപ്പൊ ഈ പുസ്തകം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുദപിക്കാനാണ്. നമ്മൾ സൗകര്യത്തിന് അതൊക്കെ മാറ്റിയെന്നേ ഉള്ളൂ. പിടിച്ചോ എന്ന് പറഞ്ഞോണ്ടേ. ഇന്ന് ഒരു അത്ഭുതം ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഈ TV ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന നിനക്ക് വേണ്ടി ഇപ്പോൾ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നു. നല്ലതാ. ഈ പുസ്തകം പറയുന്നത് നിന്റെ ജീവിതം ശരിയല്ല, നിന്റെ മനോഭാവം ശരിയല്ല, നിന്റെ കാഴ്ചപ്പാട് ശരിയല്ല. മര്യാദയ്ക്ക് ജീവിതം തിരുത്ത്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പുതിയ നിയമം ആരംഭിക്കുന്നത് എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല. എല്ലാം നന്നായിരിക്കുന്നില്ല, ഒത്തിരി 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 തിരുത്താനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വായിച്ചു വന്നൂടെ. ജീവന്റെ വൃക്ഷത്തിന്റെ മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ഇവിടെ നായ്ക്കള് അതിനാ ഇവ നായ്ക്കളുടെ കാര്യം പറയുന്നത് എന്തിനാ? നായ്ക്കളെന്ന് പറഞ്ഞാൽ യഹൂദന്മാര് ഒരു കൂട്ടം ആളുകളെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന പേരാണ് നായ്ക്കൾ. നായയുടെ വേതനമോ വേശ്യയുടെ കൂലിയോ ദേവാലയത്തിൽ കൊണ്ടുവരരുത് എന്ന് പഴയ നിയമത്തിൽ ഒരു വചനമുണ്ട്. നായയുടെ കൂലിയോ വേശ്യയുടെ വേതനമോ ദേവാലയത്തിൽ കൊണ്ടുവരരുത്. അതിന് നായ എന്ന് ഉദ്ദേശിക്കുന്നത് ജഡിക പാപത്തിൽ, ജഡിക അശുദ്ധിയിൽ ജീവിക്കുന്നവരെയാണ് നായ എന്ന് ഉപയോഗിക്കുന്നത്. അങ്ങനെ മനസ്സിലാകുമ്പോൾ പെട്ടെന്ന് വേറൊരു വചനത്തിന്റെ അർത്ഥം കിട്ടും. ഒരു സ്ത്രീ വന്ന്, ഒരു കാനാങ്കാരി സ്ത്രീ വന്ന് യേശുവിൻ്റെ അടുത്ത് എൻ്റെ മകളെ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് യാചിക്കുന്ന ഒരു രംഗം ഓർമ്മയില്ല. അപ്പൊ ഈശോ പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് ആർക്ക് കൊടുക്കില്ല? അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടില്ലേ, കർത്താവ് എന്നോ അന്യായ വാക്കായി പറഞ്ഞത്, പട്ടികൾക്ക് ഞങ്ങൾ മക്കളുടെ ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസൾട്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈശോ അവൾക്ക് മാത്രം മനസ്സിലാവുന്നൊരു ഭാഷയെ പറയുകയാണ്, കൊച്ചെ, മോക്ക് സുഖമില്ലാതായതിന്റെ കാരണം നിന്റെ അശുദ്ധ ജീവിതമാണ്. നിന്റെ ജീവിതം നായയുടെ ജീവിതമാണ്. നിന്റെ മകൾക്ക് രോഗം വന്നതിന്റെ കാരണം നിന്റെ അശുദ്ധ ജീവിതമാണ്. അതുകൊണ്ട് അത് നീ തിരുത്തണം. അതുകൊണ്ട് മക്കളുടെ സ്ഥാനത്തേക്ക് വന്നാൽ ഈ സൗഖ്യമൊക്കെ തരാൻ പറ്റൂ. അശുദ്ധിയിൽ ജീവിക്കുന്ന നായയുടെ ജീവിതം നയിക്കുന്ന നിനക്ക് സൗഖ്യം തരാൻ പറ്റില്ല. അപ്പൊ ഇവള് യേശുവിനെ മേളി കയറി വെട്ടി. അവള് പറഞ്ഞു, നിലത്ത് വീഴുന്നത് മതി എന്ന് പറഞ്ഞു. സോറി സാർ, താഴെ വീഴുന്ന മതി എന്ന് പറഞ്ഞു. അവളുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, പൊക്കോ. അപ്പൊ അവള് പറയുന്ന മറുപടി ഇങ്ങനെയാണ്. കർത്താവ് പറയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ല. അവള് പറയുന്ന മറുപടി എന്തെന്നറിയാമോ? അതേ കർത്താവേ, യെസ് ലോർഡ്, യെസ്, ഞാൻ നായാണ്. എനിക്ക് മനസ്സിലായി. ഇനി ഒത്തിരി പറയല്ലേ, ആളുകൾക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതം അശുദ്ധ ജീവിതമാണ്, ഞാനത് തിരുത്തിക്കൊള്ളാം. എന്നിട്ടാണ് അവൾ പറയുന്നത്, നിലത്ത് വീഴുന്നത് മതി. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. ഈ പുസ്തകം, അതായത് പുതിയ നിയമം നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പുസ്തകം നമ്മുടെ ജീവിതം തിരുത്താൻ നിരന്തരമായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, നോ കോംപ്രമൈസ് ഓവർ ദിസ് ഇഷ്യൂ ഓഫ് റിപ്പന്റിങ്. നോ കോംപ്രമൈസ്. ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇത് മാറ്റിമറിച്ചിട്ടൊരു സുവിശേഷം ഇല്ല. പ്രിയപ്പെട്ടവരെ, അനുതപിക്കാൻ ആവശ്യപ്പെടാത്തൊരു സുവിശേഷം യേശുവിന്റെ സുവിശേഷം അല്ല. എപ്പോഴും ഇങ്ങനത്തെ അത്ഭുതം കണ്ടോ, പിടിച്ചോ, അത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം അല്ല. അത് കാശ് കിട്ടാൻ വേണ്ടി അത്യാവശ്യം ജീവിത വരുമാന മാർഗം, അത്രേ ഉള്ളൂ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ പുസ്തകം പറയുന്നത് തിരുത്തണം.
പറയുന്ന ആളും കേൾക്കുന്നവരും തിരുത്തണം. ഇരുമുനവാൾ പറയുന്നവനെയും കേൾക്കുന്നവനെയും മുറിവേൽപ്പിക്കുന്ന വചനം. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം യോഹന്നാൻ പറയുകയാണ്, കൂടുതലൊന്നും പറയാനില്ല, ആളുകളെല്ലാം തടിച്ചുകൂടിയിരിക്കുകയാണ്, ഇഷ്ടം പോലെ ആള് വന്നു, അതുകൊണ്ട് സന്തോഷിപ്പിച്ച് വിടാൻ താല്പര്യമില്ല. മാനസാന്തരപ്പെടണം. ദൈവരാജ്യം, കർത്താവിന്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ രണ്ടാമത്തേത് ആവർത്തിച്ച് ഈ പുസ്തകം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ മാനസാന്തരപ്പെടണം. മൂന്നാമത്തേത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത്രയും കാലം നിങ്ങളുടെ നോട്ടം ഭൂമിയിലെ രാജ്യത്തിലായിരുന്നു. യോഹന്നാൻ പറയുകയാണ്, യഹൂദന്മാരെ, പ്രമാണിമാരെ, നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾ എത്രയും കാലം നോക്കിയിരുന്നത് ഒരു ഭൗതിക രാജ്യത്തിലേക്കാണ്, ഒരു ഭൗമിക രാജ്യത്തിലേക്കാണ്. കാനാൻ നാടെന്ന ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഒരു ഭൗതിക രാജ്യം ലക്ഷ്യമാക്കിയാണ് 1500 വർഷങ്ങളായി നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നോട്ടം മാറ്റാൻ സമയമായി, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യത്തിലേക്ക് നോക്കിയാലേ പുതിയ നിയമം മനസ്സിലാവൂ. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്ന ഭാഷ മനസ്സിലാവണമെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് നോക്കിയാലേ പറ്റൂ. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളെ മറ്റുള്ളവർ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്കെതിരെ ദുരാരോപണം നടത്തുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ വിലപിച്ച് കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദാരിദ്ര്യമുള്ളവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഭൂമിയിലേക്ക് നോക്കിയാൽ പറ്റില്ല. ഇത് മനസ്സിലാവണമെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കണം. നിത്യതയിലേക്ക് നോക്കിയാലേ ഇത് മനസ്സിലാവൂ. അടിച്ചവന് പുറം കാണിച്ചു കൊടുക്കണമെങ്കിൽ, ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണമെങ്കിൽ, 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവന്റെ കൂടെ 2 മൈൽ ദൂരം പോകണമെങ്കിൽ, നിന്റെ മേലങ്കി കൈക്കലാക്കാൻ ഉദ്യമിക്കുന്നവന് ഉടുപ്പ് കൂടെ കൊടുക്കാൻ പറ്റണമെങ്കിൽ, ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ, ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ ഭൂമി നോക്കിയാൽ പോരാ, സ്വർഗത്തിലേക്ക് നോക്കണം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വർഗരാജ്യം അടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് നോട്ടം മാറ്റുക. നോട്ടം മാറ്റിയിട്ട് കർത്താവിലേക്ക് തിരിയുക, കർത്താവിലേക്ക് തിരിയുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവിടെയാണ്, ആ ഒരു ധൈര്യമാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ കുറച്ച് സഹോദരന്മാർ കഴിഞ്ഞ ആഴ്ചകളിൽ മെജുഗൂരി പോയിരുന്നു. മെജുഗൂരിയിലെ മാതാവിനെ കാണാൻ പോയിരുന്നു. അവിടെ വെച്ച് അവർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു സഹോദരനെ കണ്ടുമുട്ടി. അപ്പോൾ അവർ അന്വേഷിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഡാനിയലച്ഛനെ പരിചയമുണ്ട്, അച്ഛൻ്റെ കൂടെയൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സാക്ഷ്യം പറഞ്ഞു, അച്ഛനോട് പറയാൻ പറഞ്ഞു വിട്ടു. എന്തെന്നറിയാമോ? ആ അച്ഛൻ ഞാൻ കാണാനിരിക്കുകയാണ്, എനിക്ക് കോടികളുടെ നഷ്ടം വരുത്തിയ ഒരു അച്ഛനാണത്. എൻ്റെ കൺമുമ്പിൽ എങ്ങും വന്ന് പെടരുതെന്ന് നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞേരും. എന്താ സംഭവം എന്നറിയാം? ഇദ്ദേഹം മദ്യ വ്യാപാരിയായിരുന്നു, കള്ളു കച്ചവടക്കാരനായിരുന്നു, അതുവഴി കോടികളുടെ ആസ്തിയുള്ള ആളായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം യൂട്യൂബിലൂടെ സുവിശേഷം കേട്ടു. പാപത്തിന്റെ ഗൗരവം, പാപം തലമുറകളെ എങ്ങനെ നശിപ്പിക്കും, മക്കളുടെ മേൽ അതെങ്ങനെ ദുരിതമാവും, ഇതിനെക്കുറിച്ച് അദ്ദേഹം കേട്ടിട്ട് അദ്ദേഹത്തിന്റെ കോടികൾ ഏൺ ചെയ്തിരുന്ന മദ്യവ്യാപാരം അവസാനിപ്പിച്ച് സുവിശേഷ വേല ആരംഭിച്ചു. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ അച്ഛൻ എനിക്ക് കോടികളുടെ ബാധ്യത വരുത്തിയ ആളാണ്. സുവിശേഷം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് സുവിശേഷം പ്രവർത്തിച്ചാൽ ലോകത്തിന്റെ വാല്യൂ അല്ല. അപ്പോൾ പിന്നെ ചിന്തിക്കില്ല എനിക്ക് കോടികളുടെ നഷ്ടം വരുമല്ലോ, പിന്നെ ചിന്തിക്കില്ല. അതോടുകൂടി എൻ്റെ ഇൻകം ഇല്ലാതാവുമല്ലോ, പിന്നെ ചിന്തിക്കില്ല. എനിക്ക് എല്ലാം നഷ്ടപ്പെടുമല്ലോ, വീട്ടുമുറ്റത്ത് 5 വണ്ടി ഉണ്ടായിരുന്നു, ഇനി ഒരു സൈക്കിൾ പോലും ഇല്ലാതാവുമല്ലോ, അപ്പൊ ചിന്തിക്കില്ല. പിന്നെ ഇത് ദൈവരാജ്യമാണ് വലുത്, സ്വർഗമാണ് വലുത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സുവിശേഷം പറയുകയാണ്, നോട്ടം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. പുതിയ നിയമം നമ്മളെ നയിക്കുന്നത് മറ്റീരിയൽ പ്രോസ്പെരിറ്റിയിലേക്കല്ല. അതുകൊണ്ട് പ്രോസ്പെരിറ്റി ഗോസ്പല് പുതിയ നിയമം അല്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ സഭയെ വന്നാൽ നിങ്ങൾ സൈക്കിളെ വാ, നിങ്ങൾക്ക് സ്കൂട്ടറെ വാ, നിങ്ങൾക്ക് മാരുതി 800 പോവാം, മാരുതി 800 വാ, നിങ്ങൾക്ക് ബെൻസിൽ പോവാം, പിന്നെ നിങ്ങൾക്ക് വാനിൽ പോവാം, ട്രാവലറിൽ പോവാം എന്നൊക്കെ പറഞ്ഞാൽ അത് കർത്താവിൻ്റെ സുവിശേഷമല്ല. ഇനി പുതിയ നിയമം അങ്ങോട്ട് പഠിക്കാൻ വരുമ്പോൾ പുതിയ നിയമത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന, സഹിക്കുന്ന, ഭാരപ്പെടുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുങ്ങുന്ന, പാവപരിഹാരം ചെയ്യുന്ന, കർത്താവിന് വേണ്ടി ക്ലേശങ്ങൾ സഹിക്കുന്ന ആ സുവിശേഷമാണ് പുതിയ നിയമത്തിന്റെ സുവിശേഷം. അദ്ദേഹം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന്, ഭൗതിക രാജ്യത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് തിരിയാൻ അദ്ദേഹം ആവശ്യപ്പെടുക. അപ്പോൾ ജനങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യം വായിച്ചേ. ജെറുസലേമിലും അദ്ദേഹത്തിന്റെ ഭക്ഷണമാണ് 4-ാം വാക്യം. എല്ലാം വായിച്ചേക്കല്ലേ? 3 വായിച്ചു. ഇവനെ പറ്റിയാണ് വായിച്ചോ. 3 ഇവനെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു.
വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. ഒരു കുഞ്ഞു കാര്യം പറയട്ടെ, ഇത് എക്സാക്ട്ലി ഏലിയായുടെ വേഷമായിരുന്നു. ഈ പറയുന്ന വേഷം ഏലിയായുടെ വേഷമായിരുന്നു. യഹൂദന്മാർക്കിടയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു, മിശിഹ വരുന്നതിന് മുമ്പ് ഏലിയ വീണ്ടും വരും. മിശിഹ വരുന്നതിന് മുമ്പ് ഏലിയ വീണ്ടും വരും. അങ്ങനെ മിശിഹായ്ക്ക് വഴിയൊരുക്കാൻ വന്ന ഏലിയായാണ്. സ്നാപയോഹന്നാൻ എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം. അതാണ് വസ്ത്രത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങളേറ്റ് പറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. ജനം അവന്റെ അടുത്ത് നിന്ന് സ്നാനം സ്വീകരിച്ചു. ഓർക്കണം, തെറ്റിദ്ധാരണ ഒന്നും വരരുത്. യോഹന്നാൻ നൽകിയിരുന്ന സ്നാനമല്ല നമ്മൾ സ്വീകരിക്കുന്ന സ്നാനം. രണ്ടും രണ്ടാണ് കേട്ടോ. യോഹന്നാൻ നൽകിയ സ്നാനമല്ല. യോഹന്നാൻ നൽകിയ സ്നാനം യഹൂദ മതത്തിൽ നിന്ന് പാപം ചെയ്ത് പുറത്താക്കപ്പെട്ട പരസ്യ പാപികളായ മനുഷ്യര് യഹൂദ മതത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ നൽകിയിരുന്ന ഒരു ചടങ്ങാണ് യോഹന്നാൻ നൽകിയിരുന്ന സ്നാനം. അതല്ല ക്രിസ്ത്യൻ ബാപ്റ്റിസം. രണ്ടും രണ്ടാണ്, വേറെയാണ്. നമുക്ക് കൂടുതൽ പിന്നീട് വിശദമാക്കാം. അപ്പൊ യോഹന്നാൻ ജോർദാൻ നദിയിൽ വെച്ച് അവർക്ക് സ്നാനം നൽകിക്കൊണ്ടിരുന്നു. 3-ാം അധ്യായം 7-ാം വാക്യം വായിച്ചു. അനേകം ഫരിസേയരും സദൂക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ ആരാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്? അതായത് ഫരിസേയരും സദൂക്കായരും നിയമജ്ഞരും അടുത്ത് വരികയാണ്. അടുത്ത് വരുന്നത് കണ്ടപ്പോൾ പേടിച്ചില്ല. പേടിക്കാതെ അദ്ദേഹം പറഞ്ഞു, അണലി സന്തതികളെ. അത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്? ഇയാളൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആളാണോ? അണലി സന്തതികളെ അങ്ങനെ ഉപയോഗിക്കുന്നതിന്റെ കാരണം അത് ബോധപൂർവം പരിശുദ്ധാത്മ ഉപയോഗിക്കുന്ന വാക്കാണ്. അതായത് അണലിക്കകത്ത് വിഷമുണ്ട്. അപ്പൊ അതിന് അണലി ഇപ്പൊ മാനസാന്തരപ്പെട്ടെന്ന് വെച്ചോ. ഒരണലി ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു. ഈ അണലി ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടാലും അണലിയുടെ അകത്ത് വിഷം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അണലി ഇപ്പോ ഈ ധ്യാനത്തിന് വന്ന്, ശനിയാഴ്ച ധ്യാനത്തിന് വന്നിട്ട് ഇത് കേട്ടിട്ട് അണലിക്ക് പെട്ടെന്ന് ഒരു കരച്ചിലും ഒരു ചങ്കത്തടിയൊക്കെ. അണലി മൊത്തത്തിൽ ആരാധനയുടെ സമയത്ത് 4 വാർഡ് ഒന്ന് ഇഴഞ്ഞ് ഒന്ന് ഒരു ഡാൻസൊക്കെ കളിച്ച് അഭിഷേകം പ്രാപിച്ചു. ആര്? അണലി അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് അണലി ഭയങ്കര പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഗ്ലോറി. പിന്നെ ഭാഷാവരൊക്കെ വെളിപ്പെടുകയാണ്, വരദാനങ്ങളൊക്കെ കിട്ടുകയാണ് അണലിക്ക്. ആർക്ക്? അണലിക്ക്. അണലി അങ്ങ് കൃപയിലായി. പക്ഷെ അണലിയുടെ വിഷം മാറിയോ? അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഓയിൻമെന്റ് തേച്ച് വിടുന്ന പരിപാടി നിർത്തണ മക്കളെ എന്നായി പറയുന്നത്. മനസ്സിലായോ? നിന്റെ അകത്ത് വിഷം കിടപ്പുണ്ട്. നീ എത്ര ഹല്ലേലൂയ പറഞ്ഞാലും നിന്റെ അകത്ത് വിഷം കിടക്കാണ്. നീ എത്ര ഗ്ലോറി പറഞ്ഞാലും നിന്റെ അകത്ത് ഈ വിഷം കിടക്കാണ്. വിഷം. അണലി കുഞ്ഞേ ഒന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, അണലി കുഞ്ഞേ ഹല്ലേലൂയ. പറയരുത്, അടി കിട്ടും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആള് കുത്തും ഇങ്ങനെ. അപ്പോ ഇദ്ദേഹം വളരെ അനേകം ഫരിസേയര് സദൂക്കായര്. കാരണം ഇവന്മാര് ബാഹ്യമായ ആചാരങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ഭക്തരായിട്ട് കാണപ്പെടുന്നുണ്ട്, നല്ല ലോക ഇടുന്നുണ്ട്, ക്ലീനാണ്. പക്ഷെ അകത്തെന്താണ്? വിഷം. അതുകൊണ്ട് കർത്താവ് പരിശുദ്ധാത്മാവ് പറയാണ് സ്നാപയോഹന്നാനിലൂടെ, അണലി സന്തതികളെ. അവ കേട്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, അയ്യോ അകത്തുള്ളത് പിടികിട്ടിയിരിക്കുകയാണ്. അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ മുന്നറിയിപ്പ് നൽകിയതാരാണ്? ബാഹ്യമായ ചില അഡ്ജസ്റ്റ്മെന്റുകൾ കൊണ്ട് കാര്യമില്ല. യോഹന്നാൻ പറയുകയാണ്, ബാഹ്യം, അതായത് പുറമേ കുറച്ച് ഓയിൻമെന്റ് തേച്ചിട്ട് നീ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ബാഹ്യമായിട്ടെല്ലാം അങ്ങ് തുടച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇന്നാളെ കഴിഞ്ഞ ആഴ്ച കണ്ടു ഒരു ചെറുക്കൻ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര നല്ല ഫോട്ടോ ഒക്കെ ഇട്ട് കുറേ ചേച്ചിമാരെ വലയിലാക്കി. ചേച്ചിമാരിങ്ങനെ നോക്കിയിരിക്കുകയാണ് ആരുടെ വല വീഴണമെന്ന്. അപ്പോൾ ഒരു ചെറുക്കൻ എന്നാ ചെയ്തു, അവനെ കണ്ടാൽ കരിക്കട്ട പോലെ ഇരിക്കുകയാണ്. അവനിങ്ങനെ അതൊക്കെ എല്ലാം ചെയ്ത് ഭയങ്കര ഏതാണ്ടൊക്കെ ചെയ്ത് അവനിങ്ങനെ നല്ല സുന്ദരനായിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിരിക്കുക. ഇങ്ങനെ തപ്പി നടക്കുകയല്ലേ നമ്മൾ ഫേസ്ബുക്കിൽ നല്ല സൗന്ദര്യം എവിടെ കിട്ടുന്നതെന്ന് നോക്കിയിട്ട്.
പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആണിന്റെ പേര് പെണ്ണും, പെണ്ണിന്റെ പേരിൽ ആണും ഒക്കെ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ചേച്ചിമാരെല്ലാം, കുറേ ചേച്ചിമാർ ഇവന് പൈസ കൊടുക്കുന്നു, ചേച്ചിമാരിങ്ങനെ ഇവനെ സുന്ദരക്കുട്ടനല്ലേ. പോലീസ് പിടിച്ചപ്പോഴറിഞ്ഞ് കരിക്കട്ട. അവൻ പോലീസ് പിടിച്ചപ്പോൾ അവനിങ്ങനെ അവൻ്റെ മുഖം ആരും കാണാതിരിക്കാൻ അവൻ ഇങ്ങനെ പാത്തു വെച്ച് കൊണ്ടുപോകുന്നു, പാവം. അതായത് ഇതെല്ലാം ചെയ്തിട്ട്, അപ്പം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇവനെ ശരിക്കും അണലിയാണ്. അങ്ങനെ നീ മേക്കപ്പ് ഒക്കെ ഇട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് കാര്യമില്ല. ധ്യാനത്തിന് വരുമ്പോൾ ഭയങ്കര ഹല്ലേലൂയൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അകത്ത് അണലിയുടെ വിഷമാണ്. മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? ഇറങ്ങിപ്പോൻ തോന്നുന്നുണ്ടോ? അപ്പോ അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ ആരാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്? അപ്പൊ അതുകൊണ്ട് 8-ാം വാക്യം വായിച്ചേ. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കും. അതാണ് ചെയ്യേണ്ടത്. മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മാനസാന്തരത്തിന്റെ ഫലം എവിടെ? മാനസാന്തരത്തിന്റെ ഫലം എവിടെ? നമ്മളിങ്ങനെ തൊണ്ട പൊട്ടി, ചങ്ക് പൊട്ടി, ഹൃദയം പൊട്ടി ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും വലിയ മാസീവ് കൺവേർഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. ഉണ്ടാവുന്നുണ്ടോ? കൂട്ടമായിട്ട് ആളുകൾ യേശുവിലേക്ക് വരുന്നുണ്ട്. എന്തോരം ക്രിസ്ത്യാനികളുണ്ട് കേരളത്തിൽ, എന്തോരം വചന പ്രഘോഷണ കേന്ദ്രങ്ങൾ, എന്തോരം ധ്യാന കേന്ദ്രങ്ങൾ. കൃപയുള്ള എത്ര പേര്, എന്നിട്ട് എത്ര എണ്ണം കർത്താവിനെ അറിഞ്ഞു? എത്ര പേര് സുവിശേഷത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു? എന്താ കാരണം? ധ്യാന കേന്ദ്രങ്ങൾക്ക് പഞ്ഞമായിട്ടാണോ? ധ്യാന കേന്ദ്രങ്ങൾ കൂണ് പോലെ മുളച്ചു പോകുന്നുണ്ട്, പഞ്ഞമായിട്ടൊന്നുമല്ല. കാരണം എന്തെന്നറിയാമോ? സുവിശേഷം കേട്ടവർ, സുവിശേഷം പറഞ്ഞവർ, സുവിശേഷം പങ്കുവെച്ചവർ, സുവിശേഷം സ്വീകരിച്ചവർ, അവരുടെ ജീവിതത്തിൽ അവർ ഓഫീസിൽ ചെല്ലുമ്പോൾ, അവർ സ്കൂളിൽ ചെല്ലുമ്പോൾ, അവർ ബിസിനസ് സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ, അവർ സമൂഹത്തിൽ ചെല്ലുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ സുവിശേഷം കിട്ടിയതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണാനില്ല. വെള്ളം കയറി എല്ലാം മുടിഞ്ഞ് സകലതും കുത്തി വാരി കൊണ്ടുപോയിട്ടും ക്യാമ്പിൽ ചെന്നിട്ട് ജാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാ ജാതി പറഞ്ഞെന്നറിയാം നിങ്ങൾക്ക്? ക്രിസ്ത്യാനിയാ പറഞ്ഞ ജാതി. സകലതും കുത്തിവാരി സകലതും വെള്ളം കൊണ്ടുപോയി. ഒന്നുമില്ല, ഉടുതുണി മാത്രമേ ഉള്ളൂ. തിരിച്ചു ചെല്ലുമ്പം ഭയങ്കര പാരമ്പര്യം പറഞ്ഞുകൊണ്ട് തിരിച്ചു ചെല്ലുമ്പം കുറെ മണ്ണ് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് എന്നിട്ട് അവിടെ ക്യാമ്പിൽ ചെന്നിട്ട് ക്യാമ്പിൽ കിടന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. എന്നോട് എനിക്ക് ഒത്തിരി മെയിൽ വന്നു ഇത് പറയാൻ പറഞ്ഞോണ്ട്. ഞാൻ ആരോടും പറഞ്ഞില്ല, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സൂറിയാനി. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും പറയരുത്. മാനസാന്തരത്തിന് ഇവരെന്തിനാ പള്ളി പോയേ? ഇവരെന്തിനാ വചനം കേട്ടേ? അവരെന്തിനാണ് സുവിശേഷം കേട്ടത്? എന്തിനാണ് അവർ ഇത്രയും കാലം വിശുദ്ധ കുർബാന സ്വീകരിച്ചത്? എന്തിനാണ് അവർ കുമ്പസാരിച്ചത്? പ്രളയം കയറി സകലതും കൊണ്ടുപോയിട്ടും അവസാനം ക്യാമ്പിൽ കിടന്നിട്ട് ഞങ്ങൾക്ക് അവൻ്റെ കൂടെ നിന്ന് പക്ഷെ അവൻ താഴ്ന്ന ജാതിയാണ്. എന്താ കേരളത്തിൽ സുവിശേഷം വ്യാപിക്കാത്തത്? ധ്യാനഗുരുക്കന്മാർക്ക് പഞ്ഞമായിട്ടാണോ? ഇവിടെങ്ങും ധ്യാനഗുരുക്കന്മാർക്ക് ജോലിയായി ഇല്ലാഞ്ഞിട്ട് എല്ലാം വിദേശത്താണ്. വിദേശത്ത് ചെല്ലുമ്പോഴാണ് ധ്യാനഗുരുക്കന്മാർ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. നാട്ടിൽ കിട്ടാത്തവരെല്ലാം വിദേശത്ത് കിട്ടും. അത് ഇവിടെ എല്ലാം തീർന്നിട്ട് വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ നടന്നിട്ടും ഇവിടെ എന്ത് മാറ്റം? മാറ്റമില്ലാത്ത എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മാനസാന്തരത്തിന് യോജിച്ച ഫലമില്ല. ക്രിസ്ത്യാനി ഫലമില്ല. അച്ഛന്മാരെ കാണുമ്പോൾ ആളുകൾക്ക് തോന്നുന്നില്ല ഇവർ യേശുവിന് വേണ്ടി ജീവിക്കുന്നു, തോന്നുന്നില്ല. സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ തോന്നുന്നില്ല യേശുവിന് വേണ്ടി ഇറങ്ങി, തോന്നുന്നില്ല, കണ്ടാൽ തോന്നുന്നില്ല. അച്ഛന്മാരെ കാണുമ്പോൾ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ, ഞാൻ അച്ഛന്മാരും സിസ്റ്റേഴ്സും ചുമ്മാ പറഞ്ഞ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെയാണ്. നിങ്ങളെ കാണുമ്പോൾ ആർക്കും തോന്നുന്നില്ല. നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ കർത്താവിനെ അറിഞ്ഞാണ്. ധ്യാനകേന്ദ്രത്തിൽ കിടന്ന് ഇടിക്കുന്നതല്ലാതെ ഞാൻ അവസാനം കാണാം ഇടി, കൈവപ്പ്, എല്ലാത്തിനും കൈ വെച്ചങ്ങ് വിട്ടാൽ എന്താന്ന് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് വിഷമമുണ്ടോ ഇങ്ങനെ പറയുന്നില്ലേ? ഇതോടെ കൂട്ടി പറയാൻ പോവാം. അതായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് കേൾക്കുമ്പോൾ, ഇത് പറയുമ്പോൾ, ഞാൻ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇതെൻ്റെ ജീവിതത്തിൽ വരണം, എൻ്റെ ജീവിതത്തിൽ ഇത് വരണം. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം. അതുകൊണ്ടാ പറഞ്ഞ അണലി സന്തതിന്ന്. മാമോദീസൊക്കെ മുങ്ങി, വെള്ളം എല്ലാം തലയിൽ ഒഴിച്ചു, വെള്ളം മൂറോനെല്ലാം വാരി തേച്ച്, സ്ഥൈര്യലേവനെല്ലാം കിട്ടി, എല്ലാം കിട്ടി. പിന്നെ വിഷകത്ത് തന്നെ കിടക്കും. അണലിപ്പാമ്പിൻ പൈതങ്ങളെ, തമിഴിൽ അങ്ങനെയാണെന്നാ തോമസ് പോൾ ബ്രദർ പറയുന്നത്. അണലിപ്പാമ്പിൻ പൈതങ്ങളെ,
അത് കൊള്ളാല്ലേ? അണലി സന്തതി എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചുണ്ട്. അണലിപ്പാമ്പിൻ പൈതങ്ങളെ എന്ന് പറയുമ്പോൾ പാല് കൊടുക്കാനാന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. എന്നിട്ട് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാമോ? ഞങ്ങൾക്ക് പിതാവായി അബ്രഹാമുണ്ട്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മറ്റേ കുടുംബത്തിലെയാണ്. ഞാൻ പറഞ്ഞില്ലേ നാളെ, ഞങ്ങൾ ഞങ്ങളുടെ വല്യപ്പൻ, ഞങ്ങളുടെ വല്യപ്പനാണ് മാർത്തോമാസ് ലീഗായെ ഒരു വഞ്ചി വിട്ടിങ്ങ് കൊണ്ടുവന്നത്. ഞങ്ങളുടെ വല്യപ്പനായിരുന്നു. വല്യപ്പൻ മരത്തേലം കണ്ടിരുന്ന ആളാണ്. മരത്തേലായിരുന്നു, താഴെ ഇറങ്ങി അയാൾ മരത്തേലായിരുന്നു. പറയുമ്പോ ഭയങ്കര പറച്ചിലാ പറയും. മരത്തേന്ന് അയാൾ ഇറങ്ങിയിട്ടില്ല. വല്യപ്പൻ, ഈ പറയുന്ന വല്യപ്പൻ, മാർത്തോമാസിലേക്ക് കൊണ്ടുവന്ന വല്യപ്പനെ. വലിയ കുടുംബക്കാരൊക്കെ ഇരിപ്പുണ്ടോ എന്തോ ഇവിടെ? എറിഞ്ഞതൊന്നും തകർത്തിട്ട് പോരുത്. അതായത് ഞങ്ങൾക്ക് എന്നിട്ട് എന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികൾ, ഞങ്ങൾ മാർത്തോമാസിലേക്ക് നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നവർ. തോമാസിലേക്ക് വന്നിട്ടില്ലെന്ന് ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ മാർത്തോമാസിലേക്ക് നേരിട്ട് മാമോദീസ തന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അണലികളെല്ലാം കൂടെ. ഇവിടെ പറയുകയാണ്, ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കണം. ഞങ്ങൾ ഇന്ന പള്ളിക്കാരാണ്, ഞങ്ങൾ ഇവിടുത്തെ, ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അടിയിട്ടു. ഞങ്ങൾ ആ പള്ളിക്കാര്, ഞങ്ങൾ ഈ പള്ളിക്കാര്, എന്നിട്ടെല്ലാം കൂടെ കിടന്ന് അടിയാണ്. ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. എന്നിട്ട് യോഹന്നാൻ പറയാണ്, നിയമജ്ഞ, എടാ പരിസേയ, ഇങ്ങോട്ട് നോക്കടാ, ഈ കല്ലിന്ന് നീ പറയുന്ന അബ്രഹാമിന്റെ മക്കളെ ഉണ്ടാക്കാൻ കർത്താവിന് പറ്റും. അതല്ലേ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. വലിയ 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 പാരമ്പര്യം പറഞ്ഞ് മസലും പിടിച്ച് ഗമയും പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് നമ്മൾ നടന്നു. പാവപ്പെട്ട മനുഷ്യരെ, ഇന്നേ വരെ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരെ, ആദ്യമായിട്ട് സുവിശേഷം കേട്ടവരെ, 5 ദിവസമായിട്ട് യേശുവിനെ അറിഞ്ഞവരെ, അവരെ കർത്താവ് അഭിഷേകം ചെയ്തു. നിങ്ങൾ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കൃപ ഇറങ്ങി വരും. അതാണ് യോഹന്നാന്റെ മേൽ കൃപ വരുന്നത്. വലിയ അന്നാസും കയ്യപ്പാസും ഒക്കെ ഭയങ്കര വേഷമൊക്കെ ഇട്ട് അങ്ങനെ അങ്ങ് ഇരുന്നു. അവിടെ അങ്ങ് ഇരുന്നു. അഭിഷേകമില്ല, കൃപയില്ല, പ്രാർത്ഥനയില്ല, ദൈവസ്നേഹമില്ല, ദൈവസ്വരമില്ല, അങ്ങനെ അങ്ങ് ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഇതാ സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ ഒരു പാവപ്പെട്ടവന്റെ മേൽ ദൈവസ്വരം ഇറങ്ങി വന്നു. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന കുടുംബക്കാരാണ്, ഞങ്ങൾക്ക് അതുണ്ട്, എനിക്ക് ഇന്ന വിദ്യാഭ്യാസമുണ്ട്, ഞാൻ ആ യൂണിവേഴ്സിറ്റി പഠിച്ചതാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന്റെ സന്തതികളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 10-ാം വാക്യം. അപ്പൊ ഇവിടെ 9-ാം വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങൾക്ക് പിതാവായി അബ്രാഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന്റെ സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും പാരമ്പര്യമുണ്ട്, നമ്മൾ ഇന്ന പള്ളിക്കാരാണ്, ഇന്ന കുടുംബക്കാരാണ്, ഞാൻ അച്ഛനാണ്, എനിക്ക് ഇത്ര വർഷത്തെ പരിചയമുണ്ട്, സുവിശേഷ വേലയിൽ എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു കാര്യമില്ല. പാരമ്പര്യം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, അനുഭവം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിനക്ക് വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ഉണ്ടാവണം, അല്ലെങ്കിൽ കാര്യമില്ല. ഞാൻ ഇന്ന ടീമിലെ ആളാണ്, ഒരു കാര്യമില്ല. ഞാൻ ഇന്ന ധ്യാന കേന്ദ്രത്തിലെ ആളാണ്, ഒരു കാര്യമില്ല. വ്യക്തിപരമായി നിനക്ക് ദൈവാനുഭവം ഉണ്ടാവണം. അപ്പൊ ഇതാണ് യോഹന്നാൻ പറയുന്നത്. 10-ാം വാക്യം ഉച്ചത്തിൽ വായിച്ച്, വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയില്. വൃക്ഷങ്ങളുടെ എവിടെ കോടാലി വെച്ചത്? കടക്കൽ ആണോ? തണ്ടിന്, തായ്തടി ആണോ? ശിഖരങ്ങൾക്കല്ല. എവിടെ കോടാലി വെച്ചത്? വേരിന് വെട്ടുകയാണ്. അതാണ് പുതിയ നിയമം. അത് വെട്ടുന്നത് എവിടെങ്കിലും അതിൻ്റെ കുറച്ച് ശാഖകൾ, ശിഖരങ്ങൾ കോതിക്കളയുന്നതല്ല പുതിയ നിയമത്തിലെ മാനസാന്തരം. കുറച്ച് അത്യാവശ്യം അങ്ങോട്ട് വളഞ്ഞു നിൽക്കുന്നതും അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നതെല്ലാം വെട്ടി, അതല്ല, വേരോടെ വെട്ടി മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് വെട്ടി മാറ്റിയിട്ട് ആ സ്ഥാനത്ത് വേറൊരെണ്ണം വെച്ച് പിടിപ്പിക്കാം. ബാം പുരട്ടി വിടുന്ന പരിപാടിയല്ല മാനസാന്തരം. അതിന് ഈ ആൾക്ക് അടിമുടി മാറ്റം വരികയാണ്. ഈ വ്യക്തിയുടെ മേൽ അടിമുടി മാറ്റം വരികയാണ്. കാഴ്ചപ്പാടിൽ, മനോഭാവത്തിൽ, ചിന്താഗതികളിൽ, പ്രവൃത്തികളിൽ. അതാണ് പുതിയ നിയമത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന മാനസാന്തരം. അതാണ് ഈ വ്യക്തിക്ക് മൊത്തത്തിൽ മാറ്റം വരികയാണ്. നമ്മൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുന്നത്? ഇപ്പം ഞാൻ മദ്യപാനിയായിരുന്നു, ഞാൻ മദ്യപാനിയാണെന്ന് വെച്ചോ.
ഞാൻ 25 വർഷമായിട്ട് മദ്യപാനിയാണ്. ഇത്രയും മുറിച്ചെടുത്ത് നാളെ ഇടരുത് യൂട്യൂബിൽ. ഡാനിയേൽ അച്ഛൻ 25 കൊല്ലമായി മദ്യപാനിയായിരുന്നു. ഇത്രയും അവൻ കേട്ടുണ്ട്, മുറിക്കരുത്. ഞാൻ 25 വർഷമായിട്ട് മദ്യപാനിയാണ്. അപ്പോൾ മദ്യപാനിയായി ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയി. ആ ധ്യാനത്തിൽ വെച്ച് കർത്താവ് എൻ്റെ മദ്യപാനം എടുത്തു മാറ്റി. ഞാൻ നാളെ മുതൽ സാക്ഷ്യം പറയുന്നത് എങ്ങനെയാണ്? 25 വർഷമായിട്ട് ഞാൻ മദ്യപാനിയായിരുന്നു. 25 വർഷത്തെ മദ്യപാനം കർത്താവ് എടുത്തു മാറ്റി. കർത്താവിനെ അനുഗ്രഹിച്ചു. ഞാൻ മാനസാന്തരപ്പെട്ടു. നമ്മൾ മാനസാന്തരം എന്ന് സാധാരണ ഗതി പറയുന്നത് 1-2 ദുശീലങ്ങൾ മാറിയതിനെയാണ്. അതല്ല മാനസാന്തരം. ഒരു ശീലം മാറി, ഞാൻ മാനസാന്തരപ്പെട്ടു അല്ല. ആരാണ് വിശുദ്ധൻ? ആരാണ് കൃപ കിട്ടിയവൻ? ആരാണ് അഭിഷേകമുള്ള ആള്? അതെന്താന്ന് ചോദിച്ചാല് 1-2 ഒരു ശീലം മാറി. എൻ്റെ ഒരു ശീലം മാറി, ബാക്കി 100 കിടക്കുകയാണ്. ഇതിന്റെ പേരല്ല മാനസാന്തരം. 1-2 മേഖലയിൽ വരുത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് അല്ല വിശുദ്ധി. 1-2 സാഹചര്യത്തിൽ 1-2 കാര്യങ്ങളിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വന്നു, അതല്ല വിശുദ്ധി. ഇവിടെ പുതിയ നിയമം ഉദ്ദേശിക്കുന്ന വിശുദ്ധി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇയാൾ മാറുകയാണ്. ഞാനിത് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറയാം, ഉറക്കം വരാതിരിക്കാൻ ഒരു കഥ പറയാം. പഴയ കാലത്തെ ഒരു കഥയാണ്. ഇപ്പം നമുക്ക് മൊബൈൽ ഫോണിൽ ഹൈടെക് ക്യാമറ ആയ കാലമാണ്. അതിനൊക്കെ മുമ്പുള്ള ആദ്യമായിട്ട് ക്യാമറ കണ്ടുപിടിച്ച് അത്യാവശ്യം നല്ല കാശുള്ളവരുടെ മാത്രം ക്യാമറയുള്ള ഒരു കാലം. അപ്പോൾ ഒരു ചേട്ടൻ ഒരു നല്ല ക്യാമറ വാങ്ങി. ആ ചേട്ടൻ ഒരു പെട്രോൾ പമ്പ് നടത്തുന്ന ചേട്ടനായിരുന്നു. പെട്രോൾ പമ്പിലെ ആ ചേട്ടൻ നല്ലൊരു ക്യാമറ വാങ്ങിയിട്ട് അയാൾ ഇങ്ങനെ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്ന ആളുകളുടെ വണ്ടിയുടെയൊക്കെ ഫോട്ടോ, പെട്രോൾ അടിക്കാൻ വരുന്നവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ആ ക്യാമറയൊക്കെ ആയിട്ട് വില കൂടിയ ഒരു ക്യാമറ. അപ്പോൾ ഒരാൾ പെട്രോൾ അടിക്കാൻ വന്നു, ഒരു കാറ് വന്നു. കാറ് വന്നപ്പോൾ ഒരു പുരുഷന് സ്ത്രീ ഇരിക്കുന്നു. അവർ പെട്രോൾ അടിക്കാനായിട്ട് കാശ് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം ഈ ക്യാമറ എവിടെയെങ്കിലും ഒന്ന് വെക്കണമല്ലോ, എങ്ങോട്ട് വെക്കാനാ? അപ്പോൾ ഇതിൻ്റെ ഈ കാറിൻ്റെ ഗ്ലാസ് താന്നിരിക്കണം. ആ ഗ്ലാസ്സിലൂടെ അയാൾ കാറിനകത്തേക്ക് ആ ക്യാമറ അങ്ങ് വെച്ചു. വിലപിടിപ്പുള്ള ക്യാമറയാണ്, നിലത്തൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം ഈ പെട്രോൾ അടിക്കുന്നവരെ അത് അവിടെ ഇട്ടിരിക്കട്ടെ. പെട്രോൾ അടിച്ചു, കാശ് വാങ്ങി, ബില്ല് കൊടുത്തു. ക്യാമറയുടെ അരിയാളങ്ങ് മറന്നുപോയി. ഈ വണ്ടി ക്യാമറയായിട്ടങ്ങ് പോയി. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം ഞാൻ പറഞ്ഞപ്പോൾ ഇല്ലാത്തൊരു കൗതുകവും ആകാംക്ഷയും ഉന്മേഷവും ഒക്കെ ക്യാമറ പോയപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമറ പോയി. ഇയാളാണെങ്കിൽ കിടന്നങ്ങ് വിഷമിക്കുക, ഉരുകാണ് കിടന്ന്. പറഞ്ഞു ഇത്രയും വിലപിടിപ്പുള്ളൊരു ക്യാമറ, ഇതിപ്പോൾ ഏത് വണ്ടിയാ, ഇത് നമ്പർ അത് ഒന്നും ഓർമ്മ, ഇത് എങ്ങോട്ടാ പോയത്, കിട്ടുമോ? മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്. ഇയാൾ വളരെ വിഷമിച്ചു, വളരെ ഭാരപ്പെട്ട് അയാൾ ദൈവമേ എന്ത് ചെയ്യും? എല്ലാവരോടും പറയണം, ഒരു വണ്ടി ഇത് ക്യാമറ കൊണ്ടുപോയി അത് കാണുകയാണെങ്കിൽ പറയണം എന്നൊക്കെ വെപ്രാളപ്പെട്ട് ഓടി നടക്കണം. അപ്പൊ അതേ ഈ ക്യാമറ കൊണ്ടുപോയ വണ്ടി തിരിച്ചു വരുന്നു. ഷാക്കുണ്ടായ ഒരു സന്തോഷം പറയാനുണ്ട്. അയാള് ഓടിച്ചെന്നപ്പോ ഈ മനുഷ്യൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ക്യാമറയല്ല. അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയപ്പോഴാണ് ഇത് സാധനം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു ക്യാമറ, ഇത് ഞങ്ങളുടെ അല്ല, ഇവിടെ ഞങ്ങൾ നിർത്തിയിട്ടുള്ളൂ, വേറെ എടുത്ത് നിർത്തിയിട്ടില്ല, ഇത് നിങ്ങളുടെയാണോ? അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നെ, ഞാനിരുന്ന് ഒരുകാരെന്ന് പറഞ്ഞു. എന്തോരം പൈസ കൊടുത്ത് വാങ്ങി, ഇത് കിട്ടാനില്ലാത്തൊരു ക്യാമറയാണ്, ഇത് പോയെന്നാ വിചാരിച്ചത്. ഇത്രയും സത്യസന്ധരായ മനുഷ്യരുണ്ടോ? ഇത്രയും തങ്കപ്പെട്ട മനുഷ്യരുണ്ടോ? ഇതുപോലൊരു വിലപിടിപ്പുള്ള ക്യാമറ കിട്ടിയിട്ട് അത് അടിച്ചുകൊണ്ട് പോവാതെ അത് തിരിച്ചുകൊണ്ട് ദൈവമേ, ഇത്രയും സത്യസന്ധരായ മനുഷ്യരുണ്ടോ? പൊന്നിയേട്ടാ പോവല്ലേ, എനിക്കൊരു ഫോട്ടോ എടുക്കണം. ചേട്ടൻ ചേച്ചിയോട് നിന്നേ, ഒരു ഫോട്ടോ കൊച്ചേ, ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഫോട്ടോ എടുക്കരുത്, ഞാൻ സമ്മതിക്കില്ല, ഫോട്ടോ എടുക്കരുത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇല്ലില്ല, ഇത് പത്രത്തിൽ കൊടുക്കണം, കാരണം ഇതുപോലെ സത്യസന്ധത നാട്ടുകാരറിയണം, ഇയാളുടെ നന്മ എല്ലാവരും അറിയണം. അയ്യോ സമ്മതിക്കില്ല, ഫോട്ടോ സമ്മതിക്കില്ല. അപ്പോൾ ഇയാളങ്ങ് നിർബന്ധിക്കുകയാണ്, ഫോട്ടോ എടുത്തേ പറ്റും. അവസാനം അയാൾ പറഞ്ഞു, ഇത് രഹസ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്, ഇത് ഫോട്ടോ എടുക്കരുത്, അത് കൂടുള്ളത് ഭാര്യയല്ലെന്ന് പറഞ്ഞു. ഒരു ചെറിയ ഏർപ്പാടാണത്. മാനസാന്തരം എന്ന് പറഞ്ഞ ഇതല്ല. ക്യാമറയുടെ കാര്യത്തിൽ ഇയാൾ ക്ലീനാണ്, പക്ഷെ മറ്റേ വിഷയത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ക്യാമറയുടെ കാര്യത്തിൽ ഇയാൾ ക്ലീനാണ്.
പക്ഷെ കേസ് കെട്ടുകൾ വേറെ ഉണ്ട്. ഇതിന്റെ പേരല്ല മാനസാന്തരം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും ഇവിടെ കിട്ടിയില്ലേ? അതാണ് ക്യാമറയുടെ കഥ. ചെറിയ ഒരു 1-2 കാര്യത്തിൽ വരുത്തുന്ന അഡ്ജസ്റ്റ്മെന്റ്, അതിന്റെ പേരല്ല മാനസാന്തരം. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു, വേരോടെ വെട്ടി, അത് അടിമുതൽ നല്ല പോലെ വെട്ടി, അടിമുതൽ വെട്ടി, അത് കംപ്ലീറ്റ് വെട്ടി മാറ്റി കളയുന്നതിന്റെ പേരാണ് മാനസാന്തരം. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു എക്സ്റ്റേണൽ അറേഞ്ച്മെന്റ് അല്ല മാനസാന്തരം എന്ന് പറയുന്നത്. ഇനി അങ്ങനെയെല്ലാം ഇതെല്ലാം പറയുമ്പോൾ ഒരു സംശയം വരികയാണ്, ദൈവമേ ഇത് നടക്കുമോ? ഈ പറയുന്ന പോലെ ക്യാമറയുടെ കാര്യത്തിൽ ക്ലീനാണ്, വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് പറ്റുമോ? എല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് ഇത് വായിക്കുന്ന ഒരാൾക്ക് സംശയം വരികയാണ്, അങ്ങനെ പറ്റുമോ? അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം ഉണ്ടോ? അത് പറ്റുമോ? അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതാണ് അടുത്ത വാക്യം. വായിച്ചോളുക. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം. എങ്ങനെ പറ്റും എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണത്. മത്തായി 3:11 ഉച്ചത്തി വായിച്ച്. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവന്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ഇതെങ്ങനെ പറ്റും എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്, എൻ്റെ പുറകെ ഒരുത്തം വരുന്നുണ്ട്. എൻ്റെ പുറകെ ഒരുത്തം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? ഞാൻ പഴയ നിയമത്തിലെ അവസാനത്തെ കഥാപാത്രം. എൻ്റെ പിന്നാലെ ഒരുത്തം വരുന്നുണ്ട്, അവനിലൂടെ പുതിയ നിയമം ആരംഭിക്കുകയാണ്. ഞാൻ ഈ പഴയ നിയമം എന്ന ചങ്ങലയിലെ അവസാനത്തെ കണ്ണി സ്നാപയോഹന്നാൻ പറയുകയാണ്, പഴയ നിയമം എന്ന ആ ചങ്ങലയിലെ അവസാനത്തെ കണ്ണിയായ ഞാൻ എന്നിൽ പഴയ നിയമം അവസാനിക്കും. എൻ്റെ പുറകെ ഒരാൾ വരുന്നുണ്ട്, അവനൊരു യുഗം ആരംഭിക്കാൻ പോവുകയാണ്. യുഗപുരുഷനാണ്, യുഗം ആരംഭിക്കാൻ പോവുകയാണ്. അവൻ ആരംഭിക്കുന്ന യുഗമാണ് പുതിയ നിയമം. ആ പുതിയ നിയമത്തിൽ ഇത് പറ്റും. ഇത് പറ്റുന്നത് എങ്ങനെയാണ്? മനുഷ്യന്റെ ശക്തി കൊണ്ടല്ല, സൈന്യബലത്താലല്ല, കരബലത്താലല്ല. സക്കറിയ 4:6 വചനം പറയുന്നു, സെറുബാബേലിനോട് പറയുക. സക്കറിയ 4:6 സെറുബാബേലിനോട് പറയുക, സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എൻ്റെ ആത്മാവിനാലാണ്. എങ്ങനെ പറ്റും? എൻ്റെ ആത്മാവിനാൽ ഇത് സംഭവിക്കും. വിശുദ്ധ ജീവിതം എങ്ങനെ സാധ്യമാവും? പാപത്തെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും? പാപത്തിന്റെ മേലെങ്ങനെ വിജയം കിട്ടും? ഒരു കാലത്ത് നമ്മെ അടിമപ്പെടുത്തിയിരുന്ന തിന്മകളിൽ നിന്ന് എങ്ങനെ വിമോചനം, വിടുതൽ കിട്ടും? ഉത്തരമാണ് മത്തായി 3:11 ന്യൂ ടെസ്റ്റമെന്റിലെ 2ാമത്തെ പ്രോമിസ്. ആദ്യത്തെ പ്രോമിസ് മത്തായി 1:21. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. 2ാമത്തെ വാഗ്ദാനമാണിത്, മത്തായി 3:11. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വിശുദ്ധ ജീവിതം എങ്ങനെ സാധ്യമാണ്? മാനസാന്തര ജീവിതം എങ്ങനെ സാധ്യമാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിത്. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും അവൻ സ്നാനപ്പെടുത്തുമ്പോൾ വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കും, ഗോതമ്പറപ്പുരയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ. ഈ തീ ഇറങ്ങിയിട്ട് പതിരെല്ലാം കത്തിച്ചു കളയും. ആത്മാവിന്റെ ഈ തീ ഇറങ്ങുമ്പോ പതിരെല്ലാം, കൊള്ളരുതാത്തതെല്ലാം അത് കത്തിച്ചു കളയും. ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കപ്പെടും. നിന്നിൽ തിന്മയായിട്ടുള്ളതെല്ലാം ഈ ആത്മാവ് കത്തിച്ച് ചാമ്പലാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ബൈബിളിൽ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ, പുതിയ നിയമം ആരംഭിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ വിത്തിടുകയാണ്. അഗ്നി കൊണ്ടും ആത്മാവ് കൊണ്ടും അവൻ നിങ്ങളെ സ്നാനപ്പെടുത്തും. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. 3-ാമത്തെ അധ്യായത്തിൽ അടുത്ത ഭാഗം 13 മുതലുള്ള ഭാഗം യേശുവിൻ്റെ ജ്ഞാനസ്നാനമാണ്. യേശു സ്നാനം സ്വീകരിക്കുകയാണ്. വായിക്കാം, നമുക്ക് ഉച്ചത്തിൽ വായിക്കാം. 13 മുതലുള്ള വാക്യങ്ങൾ. യേശു നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. അപ്പോൾ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചിരിക്കുക. യേശു സ്നാനം സ്വീകരിക്കുകയാണ്. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ
ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. രണ്ടും രണ്ട് സ്ഥലമാണ്. ഗലീലി ഒരു സ്ഥലം, യൂദയ വേറൊരു സ്ഥലം. നല്ല ദൂരം, കിലോമീറ്ററുകൾ ദൂരമുണ്ട് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ. ഇപ്പം ഇവിടെ യോഹന്നാൻ യേശുവിൻ്റെ കസിനാണ്, അറിയാലോ. യോഹന്നാൻ്റെ അമ്മ എലിസബത്ത്, അപ്പൻ സക്കറിയ, യേശുവിൻ്റെ ബന്ധുക്കളാണ് അവർ. അതുകൊണ്ട് ഈ കസിനായ യോഹന്നാന് ഒരു അഭിഷേകം കിട്ടിയെന്നും ആ യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നെന്നും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ ജോർദാനിലെ ജലത്തിൽ ആളുകളെ അവൻ സ്നാനപ്പെടുത്തുന്നെന്നും യേശു കേട്ടപ്പോൾ കർത്താവ് യോഹന്നാനെ കാണാനായിട്ട് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വരികയാണ്. കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് യേശു വരുന്നത് പാപികളോടുകൂടി എണ്ണപ്പെടാൻ വേണ്ടിയിട്ടാണ്. പാപികളുടെ സ്നാനമാണിത്. പാപികളെ തിരിച്ച് മതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സ്നാനം. യേശു ഇത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. തനിക്ക് ആവശ്യമില്ലാത്ത ഒരു സ്നാനം ഈ ക്യൂവിൽ സ്നാനം സ്വീകരിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഈ ക്യൂവിൽ യേശു ചെന്ന് നിന്നാൽ എല്ലാവരും പറയും, മറിയത്തിന്റെ മകൻ, ജോസഫിന്റെ മകൻ, ഇവനൊരു കൊടും പാവിയാണല്ലേ. കൊടും പാവികളോടുകൂടെ എണ്ണപ്പെടാൻ വേണ്ടി യേശു ആ ലൈനിൽ വന്ന് നിന്നു. ഇപ്പൊ യോഹന്നാന് കാണാം, ഓരോരുത്തരെ സ്നാനപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഇനി അടുത്ത ആരാണ് എന്ന് നോക്കുമ്പോൾ കസിൻ അവിടെ നിൽക്കുന്നു, ജീസസ്. അപ്പൊ യോഹന്നാൻ ചിന്തിക്കുകയാണ്, ഇവന് ഈ വരി നിൽക്കേണ്ട ആവശ്യം എന്താണ്? മാത്രമല്ല യോഹന്നാൻ അറിയാം, ഇവന്റെ അമ്മ വന്ന് എൻ്റെ അമ്മയെ അഭിവാദനം ചെയ്തപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനാ കടന്ന് ചാടിയതാണ്. എൻ്റെ മേലുള്ളൊരു കൃപയല്ല ഇവന്റെ മേലുള്ളത്. ഇവൻ ദൈവപുത്രനാണ്, ഇവന് വഴിയൊരുക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ അവന്റെ അടുത്തു നിന്നാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. അവൻ എൻ്റെ അടുത്ത് വരുന്നത് എന്തിനാണ്? ഇതാണ് യോഹന്നാനെ കുഴയ്ക്കുന്ന പ്രശ്നം. അപ്പോൾ യോഹന്നാൻ യേശു അടുത്ത് വന്നു സ്നാനം സ്വീകരിക്കാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, എന്തിനാണ് നീ എൻ്റെ അടുത്തേക്ക് വരുന്നത്? ഞാൻ നിന്റെ അടുത്തല്ലേടാ വരേണ്ടത്. ഈശോ പറയുകയാണ്, ഇപ്പൊ ബഹളം ഉണ്ടാക്കരുത്, സൈലൻസ്. ഇപ്പൊ കിടന്ന് ആലക്കരുത്, ബഹളം വെക്കരുത്, നാട്ടുകാർ കേൾക്കരുത്. ഇപ്പൊ ഇത് സമ്മതിക്ക. അങ്ങനെ എല്ലാ നീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ഇത് ദൈവനീതിയാണ്, ദൈവത്തിൻ്റെ നീതിയാണിത്. എന്താണ് അതിൻ്റെ അർത്ഥം? നന്നായിട്ട് ശ്രദ്ധിച്ചാലേ പിടികിട്ടും. ഇത് ഇപ്പോ ദൈവനീതി പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമാണ്. ഞാൻ പാപികളോടുകൂടി എണ്ണപ്പെടണം എന്നത് ദൈവനീതിയുടെ ഭാഗമാണ്. നിങ്ങൾ മടുത്തില്ലെങ്കിൽ, മടുത്തില്ലെങ്കിൽ ഞാനൊരു മർമ്മം പറഞ്ഞുതരാം. ഇത് മർമ്മമാണ്, ബോംബാണ്. ഒന്ന് ഇളകിയൊക്കെ ഇരുന്നേ, ശ്രദ്ധിച്ചിരിക്കണം. ദൈവം കാരുണ്യവാനാണ്. കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും, കരുണയുടെ വാതിൽ. നമ്മളിങ്ങനെ കയറി സൂത്രത്തിൽ ആ ദൈവം കാരുണ്യവാനാണ്. ഏതറ്റം വരെയും മനുഷ്യനോട് ക്ഷമിക്കാൻ ദൈവം തയ്യാറാണ്. ദൈവം കാരുണ്യവാനാണ്. ദൈവം കാരുണ്യവാനാണ് എന്നത് ഒരു വശത്ത് സത്യമായിരിക്കെ തന്നെ ദൈവം നീതിമാനാണ്. ദൈവം നീതിമാനാണ്. ഞാനൊരു കഥ പറയാം. റഷ്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി തീവ്രവാദികൾ യാത്ര ചെയ്യുകയാണ്. പകൽ സമയത്ത് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് രാത്രിയിലാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ രാത്രിയിൽ യാത്ര ചെയ്യുന്ന, പകല് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഈ തീവ്രവാദ സംഘത്തിന് ഭക്ഷണം ലിമിറ്റഡ് ആണ്, കുറച്ചേ ഉള്ളൂ ഭക്ഷണ ശേഖരം. അതിനകത്തുനിന്ന് പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് ഓരോ ദിവസവും റേഷനാണ്. ഒരു ദിവസം ഇന്ന ആൾക്ക് ഇത്രയും ബ്രെഡ്, ഇത്രയും പഴം, അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? റേഷനാണ്. അപ്പൊ അതുകൊണ്ട് നിയമമുണ്ട്, ആരെങ്കിലും മോഷ്ടിച്ചെടുത്താൽ, ഭക്ഷണം കൂടുതലായിട്ട് ആരും കാണാതെ മോഷ്ടിച്ചെടുത്താൽ 25 അടി മരത്തിൽ കെട്ടിയിട്ട് ചാട്ടവാറ് കൊണ്ട് 25 അടി, അതാണ് ശിക്ഷ. ഒരു ദിവസം ഭക്ഷണം ആരോ മോഷ്ടിച്ചു. അപ്പൊ ഈ കൊള്ളസംഘത്തിന്റെ തലവൻ പറഞ്ഞു, കണ്ടുപിടിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് കണ്ടുപിടിച്ചപ്പോ ഈ കൊള്ളത്തലവന്റെ അമ്മയാണ് മോഷ്ടിച്ചിരിക്കുന്നത്. പിടിച്ചോണ്ടിരാൻ പറഞ്ഞു, കെട്ടിയിടാൻ പറഞ്ഞു. കെട്ടിയിട്ടു. അപ്പൊ ഈ കൂട്ടത്തിലുള്ളവരെല്ലാം ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. കാരണം ഇവന്റെ അമ്മയാവുമ്പോ നിയമം മാറുമെന്ന് അറിയണമല്ലോ. അപ്പൊ ഇയാൾ ഉത്തരവിട്ടു, എന്താണ് നിയമം? ഭക്ഷണം മോഷ്ടിച്ചാൽ എന്താണ് ശിക്ഷ? 25 അടി, ചാട്ടവാറ് കൊണ്ട് 25 അടി അടിക്കാൻ പറഞ്ഞു.
അപ്പൊ ഈ അടിക്കാൻ നിന്നവൻ ഒരു ആശങ്കയുണ്ട്, അടിക്കണമെന്ന് പറയും. അവൻ അങ്ങോട്ട് ചെന്നു, ഒരൊറ്റ അടി അടിച്ചു. ഈ ചാട്ട പൊങ്ങി അമ്മയുടെ ദേഹത്ത് വീഴുന്നതിന് മുമ്പ് മോനല്ലേ ഓടിച്ചെന്ന് അമ്മയെ വട്ടം ചുറ്റി അങ്ങ് പിടിച്ചു. അടി മകന്റെ മുതുകത്ത് കൊണ്ടു. അവൻ മാറി, അടിക്കടാന്ന് പറഞ്ഞു. അടിച്ചു. അവൻ അമ്മയെ വട്ടം ചുറ്റി പിടിച്ചു. 25 തവണ അങ്ങനെ ചെയ്തു. ശ്രദ്ധിച്ചിരിക്കണം. ശിക്ഷ വിധിച്ചോ? 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 വിധിച്ചു. ശിക്ഷ വിധിച്ചു, അടിച്ചു. പക്ഷെ അമ്മ അടി കൊണ്ടോ? കൊണ്ടില്ല. അടി ആര് കൊണ്ടു? അടി മകൻ കൊണ്ടു. ദൈവം കാരുണ്യവാനാണ്, പാപികളോട് ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷെ പാപത്തിന് ശിക്ഷയുണ്ട്. പാപത്തിന്റെ ശിക്ഷ. ഉദാഹരണത്തിന്, ഒരാൾ എന്നെ വന്ന് ശരിക്കും അടിച്ചു, എന്നെ കൊല്ലാക്കൊല ചെയ്തു, ഞാൻ മരണത്തോടടുത്തു, എന്നെ ശരിക്കും ഉപദ്രവിച്ചു. ദൈവം കാരുണ്യവാനാണ്, അയാളോട് ദൈവം ക്ഷമിക്കും. പക്ഷെ ഞാൻ അടികൊണ്ടതിൻ്റെ ഒരു വേദന ഇവിടെ കിടപ്പുണ്ട്. ആ വേദനയ്ക്ക് ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അത് നീതികേടാണ്. ശ്രദ്ധിച്ചിരിക്കണം. ദൈവം ഒരേ സമയം കാരുണ്യവാനുമാണ്, നീതിമാനുമാണ്. കാരുണ്യവാനാ ദൈവം, മനുഷ്യരുടെ ഏത് തെറ്റും ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷെ ദൈവത്തിന്റെ നീതി, മനുഷ്യരുടെ പാപം, ദൈവത്തിന്റെ നീതി കടന്നിട്ട് ഇങ്ങനെ പറയും, ആ പാപത്തിന് ഇതാണ് ശിക്ഷ. ആ ശിക്ഷ ആരെങ്കിലും അനുഭവിച്ചേ പറ്റൂ. ദൈവം ശിക്ഷ വിധിച്ചു. ശിക്ഷ വിധിച്ചപ്പോ കാരുണ്യവാനായ ദൈവം തീരുമാനിച്ചു, ഈ ശിക്ഷ എൻ്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല. ശിക്ഷ വിധിച്ചേ പറ്റൂ. ശിക്ഷ വിധിച്ചു. ശിക്ഷ മക്കൾ അനുഭവിക്കരുത്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ തന്നെ മനുഷ്യനായിട്ട് ഈ ശിക്ഷ വാങ്ങിക്കും. ഇതിന്റെ പേരാണ് കുരിശുമരണം. ഇതാണ് ദൈവനീതിയുടെ പൂർത്തീകരണം. കുരിശുമരണം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷ ആരെങ്കിലും അനുഭവിച്ചേ പറ്റൂ. മക്കളെ, നിങ്ങൾ അനുഭവിക്കണ്ട, ഞാൻ അനുഭവിച്ചോളാം. ഇതാണ് ദൈവനീതി. ആ ദൈവനീതിയുടെ ഒരു ഭാഗമാണ് യേശു പാപികളോടുകൂടി എണ്ണപ്പെടണം എന്നത്. അതുകൊണ്ട് ഞാനിപ്പോ ഈ ക്യൂവിൽ നിൽക്കുന്നത് തമ്പുരാൻ ആരംഭിച്ച ഒരു ദൈവനീതിയുടെ ആദ്യത്തെ പ്രവൃത്തിയായിട്ടാണ് എന്നെ മുക്കാൻ പറഞ്ഞു. നിങ്ങൾക്കിത് മനസ്സിലായോ? ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് പിതാവായ ദൈവം ആരംഭിച്ച ദൈവനീതിയുടെ ഒരു പ്രവൃത്തിയാണ് ഞാനിപ്പോ ഈ ക്യൂവിൽ നിൽക്കുന്നത്. ഞാൻ പാപികളോടുകൂടെ ഒരു കൊടും പാപിയായിട്ട് എണ്ണപ്പെടണം. ഞാൻ പാപം ചെയ്തിട്ടില്ല, പക്ഷെ എന്നെ എല്ലാവരും ഞാൻ പാപിയാണെന്ന് വിചാരിക്കണം. അത് ദൈവനീതിയുടെ ഭാഗമാണ്. പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അങ്ങനെ ഈശോ പറഞ്ഞു, ഇപ്പൊ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക, നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേലിറങ്ങി വരുന്നത് അവൻ കണ്ടു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആരാണ് സ്നാനപ്പെട്ടത്? പുത്രൻ. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. പിതാവായ ദൈവത്തിന്റെ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധ തൃത്വം മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യമായിട്ട് വെളിപ്പെടുന്ന ഒരു സന്ദർഭം ഇതാണ്. തൃത്വത്തിന്റെ വെളിപ്പെടുത്തൽ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അത് മൂന്നും വെളിപ്പെടുന്ന ഒരു സന്ദർഭം ഇതാണ്. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. അങ്ങാടിന്റെ രക്ഷാകവചവും എന്റെ മഹത്വവും കർത്താവേ, എന്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ല എന്നു പലരും എന്നെ കുറിച്ചു പറയുന്നു. കർത്താവേ, അങ്ങാടിന്റെ രക്ഷാ